നമസ്കാരം. മാസ്റ്റർ കെ അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാറ്റിൽ ഡിസീസസ് ആണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ കന്നുകാലികൾക്ക് പല രീതിയിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാവാം അല്ലെ. ഒരു ഹെൽത്തി ആയിട്ടുള്ള ആനിമലിന് പല രീതിയിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാം. ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, അങ്ങനെ പല രീതിയിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ട്. അപ്പൊ ഈ ഇൻഫെക്ഷൻസ് എന്തൊക്കെ ഓർഗാനിസംസ് വഴിയാണ് കോസ് ചെയ്യുന്നത്, അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, ഇതുമൂലം എന്തൊക്കെ സംഭവിക്കാം എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. അപ്പോ ഒരു കാറ്റിൽ ഫാം നടത്തുന്ന ഒരു ഫാർമറിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റോക്ക് ഓണറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവര് വളർത്തുന്ന കന്നുകാലികളുടെ ഹെൽത്ത് റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ് അല്ലെ. കാരണം ഹെൽത്തി ആയിട്ടുള്ള ആനിമലിൽ നിന്ന് മാത്രമേ, നമ്മൾ ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ പഠിച്ചു, ഹെൽത്തി ആയിട്ടുള്ള ആനിമലിൽ നിന്ന് മാത്രമേ നമുക്ക് എന്താണ് നല്ല ഹൈ ന്യൂട്രീറ്റീവ് വാല്യൂ ഉള്ള ക്വാളിറ്റി ഉള്ള മിൽക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു മിൽക്ക് ആനിമൽസിന്റെ ഹെൽത്തും ഹൈജീനിക് കണ്ടീഷനും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ആർക്കാണ്? അത് ചെക്ക് ചെയ്യാനും നോക്കാനും ഒക്കെയുള്ള ഉത്തരവാദിത്വം അതിന്റെ ഫാർമറിന്, അല്ലെങ്കിൽ ആ ഒരു ലൈഫ് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു ഓണറിനാണ് അല്ലെ, ഡയറി ഫാം ഒക്കെ ചെയ്യുന്ന ആൾക്കാണ്. അപ്പോ എന്താണ് അദ്ദേഹം ചെയ്യേണ്ടത്? ജനറൽ സിംറ്റംസും സയൻസും ഒക്കെ കൃത്യമായ സമയങ്ങളിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. അതായത് ഒരു ഹെൽത്തി ആനിമലിന് എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. ഒന്നെങ്കിൽ അതിന്റെ കണ്ണിന്റെ ഷൈൻ നഷ്ടപ്പെടുന്ന പോലെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അതിന്റെ വെയിറ്റ് പെട്ടെന്ന് കുറയാം, മിൽക്കിന്റെ ക്വാളിറ്റി കുറയാം. ഇങ്ങനത്തെ ചെറിയ ചെറിയ സിംറ്റംസ് വരെ ശ്രദ്ധിക്കുകയും അതിന് പ്രോപ്പർ ടൈമിൽ ഡയഗ്നോസ് ചെയ്യുകയും ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് വേ ഹി ഓർ ഷീ കംസ് ടു നോ വെദർ ദ ആനിമൽ ഇസ് സിക്ക് ഓർ ഹെൽത്തി. അങ്ങനെ ഇങ്ങനത്തെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വഴി അദ്ദേഹം വളർത്തുന്ന ആനിമൽസ് ഹെൽത്തി ആണോ അതോ എന്തെങ്കിലും സിക്ക് കണ്ടീഷനിലൂടെ കടന്നു പോവുകയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇപ്പോൾ ഒരു മനുഷ്യനാണെങ്കിൽ എന്താ, നമുക്കിപ്പോൾ പനിയാണെങ്കിൽ നമുക്ക് പറയാം എനിക്ക് പനിയാണ്, അല്ലെങ്കിൽ എനിക്ക് ഒരു നെഞ്ചുവേദനയുണ്ട്, അല്ലെങ്കിൽ തലവേദന ഉണ്ടെന്ന് നമുക്ക് പറയാം. പക്ഷെ കന്നുകാലികളാണല്ലേ, മിണ്ടാപ്രാണികളാണ്. അപ്പം അവർക്ക് എന്തെങ്കിലും ഹെൽത്തിന് പ്രശ്നമുണ്ടെന്ന് അവർക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അവർ ചിലപ്പോൾ അവരുടെ കരച്ചിലിന്റെ ഒരു രീതി മാറാം, അല്ലെങ്കിൽ അവരുടെ ബോഡി കണ്ടീഷൻസ് മാറാം, അല്ലെങ്കിൽ ഇപ്പം ഇൻഫെക്ഷനോ അല്ലെങ്കിൽ മുറിവുകളോ ഒക്കെ ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ആക്റ്റീവ് അല്ലാതാകാം, ആ ഒരു കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കാം. ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതും അതിനനുസരിച്ച് അവരെ പരിപാലിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. It is essential to keep a close observation on the healthy animals on daily basis. അപ്പൊ ഡെയിലി ബേസിസിൽ എന്ത് വേണം? ഒരു ക്ലോസ് ഒബ്സർവേഷൻ നടത്തേണ്ടത് അനിവാര്യമാണ്. Early knowledge about the diseases through signs and symptoms. എന്തായാലും മിക്ക രോഗങ്ങൾക്കും എന്തെങ്കിലും സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ടാവും. അപ്പൊ ഈ സൈൻസ് ആൻഡ് സിംറ്റംസിന്റെ ബേസിസിൽ നേരത്തെ തന്നെ നമുക്ക് ഓരോ രോഗങ്ങളെ ഡിറ്റക്ട് ചെയ്യാനും ഡയഗ്നോസ് ചെയ്യാനും സാധിക്കും. അങ്ങനെ ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ ആനിമൽസിനെ കറക്റ്റ് ടൈമിൽ ട്രീറ്റ് ചെയ്യാനും അതുവഴി എക്കണോമിക് ലോസസ് പ്രിവെന്റ് ചെയ്യാനും, അല്ലെങ്കിൽ കന്നുകാലികൾ മരിച്ചു പോകുന്നൊരവസ്ഥയൊക്കെ തടയാനും ഒക്കെ സാധിക്കും. അപ്പൊ ഏർലി ഡയഗ്നോസിസ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? റെഗുലർ ആയിട്ട് നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്യുകയും ചെക്ക് ചെയ്യുകയും വേണം. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. നമ്മൾ ഒരു കാറ്റിലിനെ വളർത്തുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാറ്റിൽ ഫാം റൺ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ പാല് കളക്ട് ചെയ്യുന്നു, അതിന് ഫുഡ് കൊടുക്കുന്നു, ഫോഡർ കൊടുക്കുന്നു, അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ആനിമലിന്റെ ഹെൽത്ത് കണ്ടീഷൻ ചെക്ക് ചെയ്യുക എന്നുള്ളതും. അത് ഹൈജീനിക് ആയിട്ടുള്ള കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, ഈസ്റ്റ്, മൗൾഡ്, അങ്ങനത്തെ ഇൻഫെക്ഷൻസ് ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തെങ്കിലും ഒരു രോഗമുണ്ടെങ്കിൽ അതിന് ഏർലി ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളത്. ഏർലി ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളവിടെ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്തിരിക്കണം. എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ അതിന്റെ രീതിയിലോ, അല്ലെങ്കിൽ അതിന്റെ ഭക്ഷണക്രമത്തിലോ, അല്ലെങ്കിൽ അത് മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ, പാല് തരുന്ന രീതിയിൽ ഒക്കെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒബ്സർവ് ചെയ്യാനും മനസ്സിലാക്കാനും, എന്തെങ്കിലും രോഗത്തിന്റെ സിംറ്റം ആണെന്ന് ഡയഗ്നോസ് ചെയ്യാനും, ഇൻ കേസ് അങ്ങനെ തോന്നുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു മൃഗ ഡോക്ടറെ കാണിക്കാനും ഒക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് അത്രത്തോളം എക്കണോമിക് ലോസ് കുറയ്ക്കാൻ സാധിക്കും. അപ്പോ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഹെൽത്ത് പാരാമീറ്റേഴ്സ് ആണ് നോക്കുന്നത്. ആദ്യം അതിന്റെ ബ്രീത്തിങ് ഫ്രീക്വൻസി. ഒരു നോർമലി ഇപ്പം നമുക്കൊരു ബ്രീത്തിങ് ഫ്രീക്വൻസി ഉണ്ടല്ലേ, ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര ബ്രീത്ത് എടുക്കും, ഇൻ ആൻഡ് ഔട്ട് ആണ് നോക്കുന്നത്. അപ്പം എത്ര ബ്രീത്തിങ് ഇൻ ആൻഡ് ബ്രീത്തിങ് ഔട്ട് നോക്കുകയാണെങ്കിൽ ഒരു
10 to 30 times per minute. ഒരു നോർമൽ ആയിട്ടുള്ള കാറ്റിലാണെങ്കിൽ ഒരു 10 to 30 times per minute എന്താണ് അത് ബ്രീത്തിങ് ഇൻ ആൻഡ് ഔട്ട് ചെയ്യും. എക്സെയിൽ ആൻഡ് ഇൻഹെയിൽ ചെയ്യുന്ന ഒരു ഫുൾ പ്രോസസ്സാണ് ഒന്നായിട്ട് കൂടുന്നത്. അങ്ങനത്തെ ഒരു 10നും 30നും ഇടയിലുള്ള ബ്രീത്തിങ് ഇൻ ആൻഡ് ഔട്ട് നടത്തിയിരിക്കും 1 മിനിറ്റിനുള്ളിൽ. ആ ആനിമൽ ഹെൽത്തി ആണെങ്കിൽ അത് നോർമൽ അഡൽട്സിന്റെ കേസിൽ. ഇനി കുഞ്ഞ് കാഫ്സ് കിടാവുകളുടെ കേസിലാണെങ്കിൽ 30 മുതൽ 50 തവണ വരെ 1 മിനിറ്റിൽ ഇതിന്റെ ബ്രീത്തിങ് ഫ്രീക്വൻസി, ഇൻ ആൻഡ് ഔട്ട് ബ്രീത്തിങ് ഫ്രീക്വൻസി ഉണ്ടാവും. അപ്പം ഓർത്തിരിക്കുക, ഇതിൽ നിന്ന് ഒരു അബ്നോർമൽ ആയിട്ടുള്ള ബ്രീത്തിങ് ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ ആ ഒരു കാറ്റിൽ എന്തെങ്കിലും കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അടുത്തത് റുമിനേഷൻ. അപ്പം നമ്മൾക്ക് അറിയാം കാറ്റിൽസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹെർബിവോറസ് ആയിട്ടുള്ള ഇതെന്ന് പറയുന്നത് ജനറലി റുമിനൻസ് ആണ്. അതായത് അവരുടെ പശുവിനെ സംബന്ധിച്ചോളം അതിന്റെ വയറിന് 4 ചേമ്പറുണ്ട്. ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഇപ്പം നമ്മൾ പശുവിനെയൊക്കെ മേയാൻ വിടുവാണെങ്കിൽ ഇവർ മാക്സിമം അവർക്ക് ഒരു പർട്ടിക്കുലർ ടൈമിലാണല്ലേ അവർക്ക് ഗ്രേസിങ്ങിന് ഒരു ടൈം കിട്ടുന്നത്. അപ്പോൾ അവർ മാക്സിമം ഈ ഗ്രാസ് അവർ കഴിക്കും. അപ്പം ആ ഒരു ഗ്രാസിനെ കഴിച്ചിട്ട് പിന്നെ അവരുടെ ഗ്രേസിങ് കഴിഞ്ഞ് അവർ ചുമ്മാ റെസ്റ്റ് എടുക്കുകയെന്ന് വെച്ചോ. അപ്പോൾ അവർക്ക് എന്തിനുള്ള എബിലിറ്റി ഉണ്ട്, ഈ ഗ്രാസിനെ വീണ്ടും ച്യൂ ചെയ്യാനുള്ള ഒരു കഴിവ് ഇവർക്കുണ്ട്. അപ്പൊ ഇവരുടെ അവരുടെ വയറ്റിൽ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ഇത് നന്നായിട്ട് ഇപ്പം അവർ പെട്ടെന്ന് കഴിക്കുന്ന ഗ്രാസ്. അപ്പം അത് കുറച്ച് സിമ്പിളായിട്ട് പറയുകയാണ്, പുല്ലെന്ന് പറയുമ്പോൾ അതിനകത്ത് ഫൈബ്രസ് കണ്ടന്റ് കൂടുതലാണ് അല്ലേ. അപ്പൊ ഫൈബ്രസ് കണ്ടന്റ് ഉണ്ടാകും. വേറെ എന്തെങ്കിലുമൊക്കെ അവരുടെ ഹെൽത്തിന് ചേരാത്ത സാധനങ്ങളോ അല്ലെങ്കിൽ ഡൈജസ്റ്റ് ആവാൻ ബുദ്ധിമുട്ടുള്ള സാധനങ്ങളുണ്ടാകും. പക്ഷെ ഇവർ ആ പർട്ടിക്കുലർ ടൈമിനുള്ളിൽ ഇവർ മാക്സിമം അകത്താക്കുകയും അതിനുശേഷം അയവെട്ടുക എന്നൊക്കെ പറയും. അതായത് ഇങ്ങനെ ചുമ്മാ ഇരുന്ന് അതിനെ റീച്യൂ ചെയ്ത് അതിനകത്ത് മാക്സിമം ന്യൂട്രീഷൻ എക്സ്ട്രാക്ട് ചെയ്ത് അവർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഡൈജഷൻ ഒക്കെ ഈ ഒരു പരിപാടി നല്ലതാണ്. അപ്പൊ അതാണ് ഈ ഒരു റുമിനേഷൻ. ഈ റുമിനേഷൻ എന്ന് പറയുന്നത് നോട്ട് ലെസ് ദാൻ 40 times per minute. 1 മിനിറ്റിൽ 40 തവണയിൽ കുറയാതെ റുമിനേഷൻ നടക്കണം. ആൻഡ് 7 to 10 hours per day. ഒരു ദിവസത്തിൽ 7 മുതൽ 10 മണിക്കൂർ വരെ ഇവർ റുമിനേഷൻ ചെയ്യാറുണ്ട് ഒരു ഹെൽത്തി ആനിമൽ ആണെങ്കിൽ. അല്ലെങ്കിൽ 1 മിനിറ്റിൽ 40 തവണയിൽ കുറയാതെ റുമിനേഷൻ ചെയ്യാറുണ്ട്. അപ്പം അത് നടക്കുന്നുണ്ടോ എന്ന് നോക്കണം. ഇനി റൂമൻ മൂവ്മെന്റ് 2 to 3 per minute. അപ്പൊ 2 to 3 per minute ഈ റൂമൻ മൂവ്മെന്റ് നടക്കുന്നുണ്ട്. ആൻഡ് ക്യാൻ ബി ഫെൽറ്റ് ബൈ പ്രസിംഗ് ലൈറ്റ്ലി ഓൺ ദ അപ്പർ പാർട്ട് ഓഫ് ദ ലെഫ്റ്റ് ഫ്ലാങ്ക്. അപ്പൊ ഈ പശുവിന്റെ വയറിന്റെ ലെഫ്റ്റ് സൈഡിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു റൂമൻ മൂവ്മെന്റ് നടക്കുന്നുണ്ടോ, ഈ ഉള്ളിൽ ചെന്ന ഫുഡിന്റെ മൂവ്മെന്റ് പ്രോസസ്സിങ് നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു റൂമൻ മൂവ്മെന്റ് ഒരു 2 to 3 per minute നടക്കുന്നുണ്ട്. ഇനി അപ്പിയറൻസ് നോക്കുകയാണെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കാറ്റിലിനെ നോക്കിക്കേ, നല്ല ഷൈനി ആയിട്ടുള്ള സ്കിൻ ആയിരിക്കും, ഷൈനി ആയിട്ടുള്ള കണ്ണുകളായിരിക്കും അവർക്ക് ഉണ്ടാവുക. അതുപോലെ അതിന്റെ ഹോൺസും അല്ലെങ്കിൽ ഹൂഫ്സ് കുളമ്പുകളും ഒക്കെ നല്ല ഷൈനി ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു തിളക്കമുള്ള ഒരു ഇതായിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമുക്ക് നോർമലി നമ്മൾ ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഒരു ഹെൽത്തി ആയിട്ടുള്ള കാറ്റിലാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഷൈൻ ഉണ്ടാവും, അതിന്റെ ബോഡി ഹെൽത്തി ആണെന്ന് പറയുന്ന രീതിക്ക്. അതുപോലെ തന്നെ നല്ല ബോഡി വെയിറ്റ് ഉണ്ടാകും. ആൻഡ് ഐ ഷുഡ് ഓൾസോ ബി നോർമൽ വിത്തൗട്ട് ഡിസ്ചാർജ് ഓഫ് ടിയേഴ്സ്. അപ്പം ഡിസ്ചാർജ് ഓഫ് ടിയേഴ്സ് ഒന്നും ഇല്ലാതെ കണ്ണുകൾ നോർമൽ ആയിരിക്കും. അതുപോലെ മസിൽസ് മോയിസ്റ്റ് ആയിരിക്കും. അതായത് അതിന്റെ കന്നുകാലിയുടെ മൂക്കിൽ ഇങ്ങനെ വെള്ളമൊന്നും ഒലിക്കാതെ അതുപോലെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരാതെ നോർമലി ആയിരിക്കും നമ്മുടെ കാറ്റിലുണ്ടായിരിക്കും, അത് ഹെൽത്തി ആണെങ്കിൽ. പക്ഷേ എന്തെങ്കിലുമൊക്കെ രോഗമുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഈ കന്നുകാലികളുടെ കണ്ണിൻ്റെ അവിടെ നിന്നൊക്കെ വെള്ളം വരുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ മൂക്കിൽ നിന്നൊക്കെ ഡിസ്ചാർജ് ഉണ്ടാകും, അതിൻ്റെ കുളമ്പിനൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും. പിന്നെ അതിൻ്റെ ആ ഒരു കണ്ണിൻ്റെ ഷൈനൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും, തൊലിയൊക്കെ വല്ലാണ്ടാകും, അതിൻ്റെ ആ ഒരു ഷൈനിങ് ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തോ കുഴപ്പമുണ്ടെന്ന്. അതുപോലെ ഇത് ഈ അയ വെട്ടുന്ന അതായത് ഈ റുമിനൻ മൂവ്മെൻ്റ് ഒക്കെ കുറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കും, അതിൻ്റെ ഒരു ആക്റ്റീവ് നേച്ചർ മാറും. അത് കൂട്ടത്തിലുള്ള മറ്റ് ഹേർഡിൽ നിന്ന് വിട്ടു നിൽക്കാൻ, ഐസൊലേറ്റ് ചെയ്ത് മാറി നിൽക്കാനൊക്കെ ശ്രമിക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ അതിൻ്റെ ബ്രീത്തിങ് ഫ്രീക്വൻസിയും ഭയങ്കര കൂടുതലാകാനുള്ള ഇത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. അപ്പം അങ്ങനത്തെ ഒക്കെ കേസിൽ നമുക്ക് പറയാൻ സാധിക്കും ഇതിന് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദ്യമേ പെട്ടെന്നൊരു വെറ്റിനറി ഡോക്ടറെ കാണുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഫീവർ
അതിന് ഫീവർ വരുവാണെങ്കിൽ എങ്ങനെയായിരിക്കും? റാപ്പിഡ് ബ്രീത്തിങ് ആയിരിക്കും. അപ്പൊ ബ്രീത്തിങ് റേറ്റ് കൂടും. അതുപോലെ ഷിവറിങ് ഉണ്ടാകാം, വിറയ്ക്കൽ ഉണ്ടാവാം. അതുപോലെ എന്താണ് ഡയറിയ, ഒക്കേഷണൽ ആയിട്ടുള്ള ഡയറിയയ്ക്ക് സാധ്യതയുണ്ട്. അതുപോലെ എന്താണ് വാട്ടർ ലോസ്, ഡീഹൈഡ്രേഷൻ സംഭവിക്കാം. അതുപോലെ ഇയേഴ്സ്, ഹോൺ ആൻഡ് ലെഗ്സ് ആർ യൂഷ്വലി കോൾഡ് ടു ടച്ച് വൈൽ ദ ബോഡി ഈസ് വാം. അപ്പം ഇതിന്റെ ശരീരത്തിന് ഭയങ്കര ചൂടായിരിക്കും. ഇപ്പൊ ഒരു പനിയൊക്കെ വന്ന് ഒരു കാറ്റിലാണെങ്കിൽ അതിന്റെ കണ്ണിൽ നിന്ന് വെള്ളം വരാം, മൂക്കിൽ നിന്ന് വെള്ളം വരാം. അതുപോലെ എന്താണ് ഒരു ആക്റ്റീവ് അല്ലാതിരിക്കാം, ഡയറി ഉണ്ടാകാം, ബ്രീത്ത് റേറ്റ് റാപ്പിഡ് ആവാം. അതുപോലെ ഇയർ, ഹോണ്, ലെഗ്സ് ഒക്കെ എന്താണ് കോൾഡ് ആയിരിക്കും, പക്ഷെ അതിന്റെ ബോഡിക്ക് ഭയങ്കര ചൂടായിരിക്കും. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ഒബ്സർവ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇനി നോക്കിക്കേ, when an animal is sick, the following changes may be noticed. അപ്പം ഒരു ആനിമൽ സിക്ക് ആണെങ്കിൽ അതിന്റെ ബോഡി മൂവ്മെന്റിലും അതിന്റെ പോസ്റ്ററിലും ഒക്കെ തന്നെ വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവും അല്ലെ. ദ ചേഞ്ചസ് ആർ വിസിബിൾ ഇൻ ഇറ്റ്സ് പോസ്റ്റർ. അത് നിൽക്കുന്നതും നടക്കുന്നതും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വാക്കിംഗ് പാറ്റേണിൽ മാറ്റം ഉണ്ടാകും, ബിഹേവിയറിൽ മാറ്റം ഉണ്ടാകും. സിക്ക് ആനിമൽസ് മേ ഡ്രൂപ്പ് ദെയർ ഹെഡ് ഡൗൺ. അതിന്റെ തല ഇങ്ങനെ താഴ്ത്തി അല്ലെങ്കിൽ ഇങ്ങനെ ആ ഒരു ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു പശുവിനെ പോലെ ഇങ്ങനെ തല താഴ്ത്തിയോ ആട്ടിയോ അങ്ങനെ ആയിരിക്കും നിൽക്കുന്നത്. അതുപോലെ എന്താണ് മൂവ് അവേ ഫ്രം ദെയർ ഹേർഡ്. അവരുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഒരു 10 ആനിമൽ ഉണ്ടെങ്കിൽ അതിൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് കണ്ടീഷനിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അത് കൂട്ടത്തിൽ നിന്ന് മാറി. ഇപ്പം നമ്മളും പനി പിടിച്ചാൽ വീട്ടിലുള്ളവർക്കൊക്കെ പനി പിടിക്കേണ്ടെന്ന് നേരത്തെ നമ്മൾ മാറി ഐസൊലേറ്റഡ് ആയിരിക്കത്തില്ലേ, കൊറോണയൊക്കെ വന്നപ്പോൾ അങ്ങനെയല്ലേ. അപ്പൊ അതുപോലെ ഇവര് സ്വതസിദ്ധമായിട്ട് എന്താണ് ഇവരുടെ ഹെൽത്ത് കണ്ടീഷൻ ഒക്കെ അല്ല എങ്കിൽ കൂട്ടത്തിലുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് മാറി നിൽക്കും. അതുപോലെ തന്നെ എന്താണ് ദേ ലാക്ക് ഇൻട്രസ്റ്റ് ടു കൺസ്യൂം ഫുഡ് ആൻഡ് ഫോഡർ. അപ്പം ഭക്ഷണം കഴിക്കുന്നതിലൊക്കെ ഉള്ള ഇൻട്രസ്റ്റ് ഒക്കെ മാറി അവർ ആക്റ്റീവ് അല്ലാതെ ഒരു മൂലയ്ക്ക് ഒതുങ്ങും. they lack interest to consume food and fodder. അതായത് അതിന്റെ വിശപ്പ് നഷ്ടപ്പെടാം, ലോസ് ഓഫ് അപ്പിറ്റൈറ്റ്. പിന്നെന്താണ് സ്റ്റോപ്പേജ് ഓഫ് കട്ട് ച്യൂയിങ്. അതായത് നമ്മൾ പറഞ്ഞു ഈ കാറ്റിൽസും ബഫലോസും ഒക്കെ എന്താണ് അവര് മാക്സിമം ഗ്രാസിനെ ആ ഒരു ഗ്രേസിങ് ടൈമിൽ എടുത്തിട്ട് വീണ്ടും അതിനെ അയവെട്ടുക ചെയ്യുന്നത്. വീണ്ടും വെറുതെ ഇരിക്കുമ്പം അതിനെ റീച്യൂ ചെയ്യും. ആ റീച്യൂ ചെയ്യുന്ന ആ ഒരു ഫ്രീക്വൻസി ഒക്കെ കുറയും. അതുപോലെ എന്താണ് ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള സയൻസ് ഒരു ഡിസീസ്ഡ് കണ്ടീഷൻ ആണെന്ന് മനസ്സിലാക്കാൻ. പിന്നെ ഈ ആനിമലിന്റെ സ്കിന്ന് ജനറലി എന്തായിരിക്കും? സോഫ്റ്റ് ആൻഡ് സ്ട്രെച്ചബിൾ ആൻഡ് ഫ്ലെക്സിബിൾ ആയിരിക്കും നോർമലി ഹെൽത്തി ആയിട്ടുള്ള ഒരു ആനിമലിന്റെ കേസിൽ. പക്ഷേ ഈ സ്കിന്നിന് എന്തെങ്കിലും ഒരു ഡ്രൈനെസ്സോ അല്ലെങ്കിൽ ഒരു റഫ് സ്കിന്നോ വരികയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അതിന് എന്തോ ഒരു ഡിസീസ്ഡ് കണ്ടീഷൻ ഉണ്ട്. ഒരു സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആൻഡ് റഫായി, ചിലപ്പം അതിന്റെ കുറച്ച് അതിൻ്റെ ആ ഒരു ഷൈനൊക്കെ നഷ്ടപ്പെടും സ്കിന്നിന്റെ. അതുപോലെ എന്താണ് റേസിങ്, ഫാളിങ് ആൻഡ് ഹാർഡനിങ് ഓഫ് ഹെയർസ്. ചിലപ്പോൾ അതിന്റെ ഹെയർ അതിന്റെ പുറത്തൊക്കെ ഇങ്ങനെ രോമങ്ങളും അത് കാണത്തില്ലേ, അപ്പൊ അത് ഒരു നോർമൽ കണ്ടീഷനേക്കാൾ കൂടുതൽ കൊഴിയുകയോ അല്ലെങ്കിൽ ഹാർഡൻ ചെയ്യുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ റേസ് ചെയ്യുകയോ ഫാൾ ചെയ്യുകയോ ഹാർഡൻ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ, അതുപോലെ എന്താണ് ലോസ് ഓഫ് ഷൈൻ, അതിന്റെ ഒരു തിളക്കം നഷ്ടപ്പെടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആനിമൽ ഹെൽത്തി അല്ല, അതിനെന്തോ പ്രശ്നമുണ്ട്. അതുപോലെ എന്തെങ്കിലുമൊക്കെ സ്പോട്സ് വിസിബിൾ ആവുകയാണെങ്കിൽ എന്താണ്, അതുമല്ലെങ്കിൽ എന്താണ് ലേസ്, ടിക്സ്, അതായത് ഇപ്പൊ പേൻ പോലത്തെ സംഭവങ്ങൾ അല്ലെങ്കിൽ തെള്ള് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്, ചെള്ള് ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് അതിന്റെ ദേഹത്ത് എന്തെങ്കിലും, നമ്മളിപ്പോ കണ്ടിട്ടില്ലേ കാക്കയൊക്കെ നമ്മുടെ കന്നുകാലികളുടെ പുറത്തിരുന്നിട്ട് ഈ ചെള്ളിന് കുത്തി കളയുന്ന കാണാം. അപ്പൊ എന്താണ് അത് എന്താണ് ഇൻഫെക്റ്റഡ് ആയി, അല്ലെങ്കിൽ ഇങ്ങനത്തെ കണ്ടാമിനേഷൻസ് ഇതിന്റെ ബോഡിയിലുണ്ട്. കാരണം അതിന്റെ ബോഡി എന്ന് പറയുന്ന ഒരു വാസ്റ്റ് ആയിട്ടുള്ള സർഫസ് ആണല്ലേ അതിന്റെ കോട്ട, അതിന്റെ തൊലി എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഇങ്ങനത്തെ തെള്ളോ എന്തെങ്കിലുമൊക്കെ ഗ്രോ ചെയ്യുവാണെങ്കിൽ എന്താ അതിന് ഒരു ഡിസ്കംഫോർട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ അത് കൊണ്ടുവരുന്ന എന്തെങ്കിലും രോഗങ്ങളുണ്ടാവും, വേറെ എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ മുറിവുകൾ ഉണ്ടെങ്കിൽ ഇതവിടെ പോയി ചെല്ലൊക്കെ ഗ്രോ ചെയ്തിട്ട് എന്താണ് ആ മുറിവുകൾ കൂടുതൽ പ്രശ്നമായിട്ട് മാറാം. അപ്പൊ അങ്ങനത്തെ കണ്ടീഷനിൽ എന്തെങ്കിലും സ്പോട്സ് ഒക്കെ വിസിബിൾ ആണെങ്കിൽ ഓർക്കുക ഇതിനെന്തോ പ്രശ്നമുണ്ട്, ഇങ്ങനത്തെ എന്തെങ്കിലും ഇപ്പം എന്തെങ്കിലും ടിക്സിന്റെ ഒക്കെ ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അതിനെ റിമൂവ് ചെയ്യുക, ക്ലീൻ ചെയ്യുക, ഹൈജീനിക് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. In case there are worms in their stomach of the animal and the animal is suffering from diseases which causes weight loss. അപ്പം ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും വേം, നമ്മൾ ഡീവേമിങ് ഒക്കെ ചെയ്യും അല്ലെ, വിര ശല്യം മാറാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ മരുന്ന് കൊടുക്കും. അപ്പം ഇങ്ങനത്തെ എന്തെങ്കിലും വിര അതിന്റെ ഉള്ളിൽ ചെന്നിട്ടുണ്ട്, വേംസ് ഉണ്ടെങ്കിൽ എന്താണ് അതിന് വെയിറ്റ് ലോസ് ഉണ്ടാകും, അതുപോലെ ലോസ് ഓഫ് അപ്പിറ്റൈറ്റ് ഉണ്ടാകും, അതുപോലെ എന്താണ് സ്കിൻ ലോസ് ഉണ്ടാകും, സ്കിന്നിന് ആ ഒരു ഷൈൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇനി യൂഷ്വലി ഇൻ കേസ് ഓഫ് ഹെൽത്തി ആനിമൽസ് എന്താണ് അതിന്റെ മസിൽസ് ആൻഡ് നോസ്ട്രിൽസ് വെറ്റ് ആയിരിക്കും. അതിന്റെ മസിൽസ് ഒരു എന്താ എന്ന് വെച്ചാൽ മറ്റേ മൂക്കൊലിപ്പ് പോലെ അങ്ങനെയല്ല,
എന്നാലും അതിന്റെ ആ ഒരു മൂക്കിന്റെ ഭാഗത്തൊക്കെ ചെറിയൊരു നനവുണ്ടാകും. നമ്മൾ വീട്ടിലൊക്കെ കെട്ടിയിട്ടുള്ളൊരു പശുവിനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ചെറിയൊരു നനവൊക്കെ ഉണ്ടാകും അതിന്റെ നോസ്ട്രിൽസിലൊക്കെ. അപ്പൊ ഇങ്ങനെയില്ല ഇത് ഭയങ്കര ഡ്രൈ ആയിട്ട് കാണപ്പെടുന്നതെങ്കിൽ അതിനെന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നാണ്. അതുപോലെ ഭയങ്കര ഡിസീസ്ഡ്, ഇപ്പൊ ഫീവർ ഒക്കെ വരികയാണെങ്കിൽ നല്ല രീതിക്ക് ഇങ്ങനെ വല്ലാത്ത രീതിക്കൊക്കെ അവിടെ നനവുണ്ടാകാനും കണ്ണിൽ നിന്ന് വെള്ളം വരാനൊക്കെ സാധ്യതയുണ്ട്. അത് ഡിസീസ്ഡ് കണ്ടീഷനാണ്. പക്ഷെ നോർമൽ കണ്ടീഷനിൽ ചെറിയ രീതിക്കുള്ള നനവുണ്ടാവും. അതല്ല ഭയങ്കര ഡ്രൈ ആയിട്ടാണെങ്കിൽ അതും ഒരു ഡിസീസ്ഡ് കണ്ടീഷനാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ചെറിയ രീതിക്കുള്ള നനവുള്ള നോസ്ട്രൽസും മസിൽസും ആണ് എന്താണ് ഒരു ഹെൽത്തി ആനിമലിന്റെ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് അതിന്റെ ബോഡി പോസ്ചറിലും അതിന്റെ വാക്കിംഗ് പാറ്റേണിലും ബിഹേവിയറിലും മറ്റ് ഹേർഡുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന രീതിക്കും ഫുഡിനോടും ഫോഡറിനോടും ഒക്കെയുള്ള താല്പര്യത്തിലുള്ള പ്രശ്നം പറഞ്ഞു. ലോസ് ഓഫ് അപ്പറ്റൈറ്റ് പറഞ്ഞു. അതുപോലെ സ്കിന്ന് ചിലപ്പോൾ റഫ് ആകാമെന്ന് പറഞ്ഞു. സ്പോട്സ് ഒക്കെ കാണാം, എന്തെങ്കിലും ലൈസോ ടിക്സോ ഒക്കെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്പോട്സ് ഒക്കെ ബോഡിയിൽ കാണാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഹെയറിന്റെ ഫാളിങ് അനിയന്ത്രിതമായിട്ട് ഹെയർ ഫാൾ സംഭവിക്കുകയോ അല്ലെങ്കിൽ ഹാർഡനിങ് സംഭവിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ, അതുപോലെ വെയിറ്റ് ലോസ് സംഭവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ മസിൽസും നോസ്ട്രിൽസും ഒക്കെ ഡ്രൈ ആവുകയാണെങ്കിൽ ഇതൊക്കെ എന്താണ് ഡിസീസ്ഡ് കണ്ടീഷൻ ആണെന്ന് പറഞ്ഞു. ക്ലിയർ ആയല്ലോ? ഇനി നോക്കിയേ, ദ ഐസ് ഓഫ് എ ഹെൽത്തി ആനിമൽ ആർ ഷൈനിങ് ആൻഡ് അലർട്ട്. അപ്പൊ ഒരു ഹെൽത്തി ആനിമൽ ഇപ്പൊ പെട്ടെന്ന് ഒരു പശു ഇങ്ങനെ നിൽക്കുക, നമ്മൾ സൈഡിൽ കൂടെ ഒന്ന് പോയാൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സൗണ്ട് കേൾപ്പിച്ചാൽ ഇത് പെട്ടെന്ന് നോക്കുന്ന കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ നമ്മളിപ്പോ സൈഡിൽ കൂടെ പോവുകയാണെങ്കിൽ പെട്ടെന്ന് പശു തിരിഞ്ഞ് നമ്മളെ കുത്താൻ വരുന്ന പോലെ വരില്ലേ? അതെന്തുകൊണ്ട്? അത് അത്ര അലേർട്ടാണ്. അതൊരു ഹെൽത്തി ആനിമൽ ആണെങ്കിൽ തീർച്ചയായിട്ടും അതെന്താണ്, അതിന്റെ കണ്ണുകളിൽ അതിന്റെ ഷൈൻ ഉണ്ടാവും, അതുപോലെ അലേർട്ട് ആയിരിക്കും. അപ്പൊ ഈ അലേർട്ട്നെസ് നഷ്ടപ്പെടുകയാണെങ്കിൽ അത് ഒരു സെയിം ഡയറക്ഷനിൽ ഒരു സ്ട്രെച്ച് കൊടുക്കാതെയൊക്കെ നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു അൺയൂഷ്വൽ റെഡ്നെസ് കണ്ണിൽ കാണപ്പെടുകയാണെങ്കിലൊക്കെ എന്താണ്, അതൊക്കെ എന്തോ ഒരു ഡിസീസ്ഡ് കണ്ടീഷന്റെ ഭാഗമാണ്. അതിപ്പം നമ്മളും അങ്ങനെയാണല്ലേ. അതുപോലെ തന്നെ എന്താണ്, ഹൈ ഫീവറിന്റെ ലക്ഷണമാണെന്ന് പറയും. ഡ്രിപ്പിംഗ് ഓഫ് വാട്ടർ ഫ്രം ബോത്ത് ദ ഐസ് ഈസ് ആൻ ഇൻഡിക്കേറ്റീവ് ഓഫ് ഡിസീസ്. അപ്പൊ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അതുപോലെ വല്ലാതെ മൂക്കിൽ നിന്നൊക്കെ വെള്ളം വരുന്നതും അതുപോലെ ഈ ശ്രദ്ധ നഷ്ടപ്പെടുന്നതും കണ്ണ് റെഡ് ആവുന്നതും ഒക്കെ എന്താണ്, ഒരു ഡിസീസ്ഡ് കണ്ടീഷന്റെ ലക്ഷണമാണ്. ഇൻ കേസ് ഓഫ് സിക്ക് ആനിമൽസ് ബോഡി ടെമ്പറേച്ചർ ആൻഡ് പൾസ് റേറ്റ് ഇൻക്രീസസ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അതിന്റെ കൊമ്പും അതിന്റെ കുളമ്പിനും ഒക്കെ എന്താണ് കോൾഡ് ആയിരിക്കും, പക്ഷെ അതിന്റെ ബോഡി എന്താണ് ഹീറ്റ് ആയിരിക്കും അല്ലെ, ബോഡി ടെമ്പറേച്ചർ ഹൈ ആയിരിക്കും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ പറയുന്നു പൾസ് റേറ്റും കൂടും ഹെൽത്തി കണ്ടീഷൻ അല്ലെങ്കിൽ. യങ് ആനിമൽസ്, pregnant animals that are passing through the last stages of pregnancy and animals in heat or have slightly more temperature and pulse than normal. അപ്പം എന്തെങ്കിലും പ്രഗ്നന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രഗ്നൻസിയോട് അടുത്തിട്ടുള്ള ആനിമൽസ് ആണെങ്കിൽ അല്ലെങ്കിൽ യങ് ആനിമൽസ് ആണെങ്കിൽ അവരുടെയൊക്കെ ബോഡി ടെമ്പറേച്ചറും പൾസ് റേറ്റും ഒക്കെ സാധാരണതിനേക്കാൾ ഒരു ഇച്ചിരി കൂടുതലായിരിക്കും. പക്ഷെ അത് കുഴപ്പമില്ല. വീക്ക് ആനിമൽസിന്റെ കേസിൽ എന്താണ്, ടെമ്പറേച്ചർ ലോ ആയിരിക്കും. നോർമൽ ആനിമൽസിനേക്കാളും ടെമ്പറേച്ചർ ലോ ആയിരിക്കും. പക്ഷെ പ്രഗ്നൻസി കണ്ടീഷനിലോ അല്ലെങ്കിൽ യങ് ആനിമൽസിന്റെ കേസിൽ ഇത് നോർമലാണ്, കുറച്ച് ടെമ്പറേച്ചർ കൂടി നിൽക്കാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ഇങ്ങനെ പ്രഗ്നന്റ് അല്ല, യങ് ആനിമൽ അല്ല, ഒരു ഹെൽത്തി ആയിട്ട് ഇരുന്നൊരു ആനിമൽ ആണെങ്കിൽ പെട്ടെന്ന് അതിന്റെ ബോഡി ടെമ്പറേച്ചറിൽ ഒരു മാറ്റം ഉണ്ടാവുകയോ അല്ലെങ്കിൽ അതിന്റെ ഹാർട്ട് ബീറ്റിന്റെ റേറ്റിന് മാറ്റം ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ, പൾസ് റേറ്റിന് മാറ്റം ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിച്ചോളൂ, എന്തെങ്കിലും ഡിസീസ് ആയിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഒരു സിക്ക് ആനിമലിനെ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങൾ. ഇനി നോക്കിക്കേ, ഇൻ കേസ് ഓഫ് എവർ സ്പീഡ് ആൻഡ് ഫ്രീക്വൻസി ഓഫ് ബ്രീത്തിങ് ഓർ റെസ്പിറേഷൻ ഇൻക്രീസസ് ഡ്രാസ്റ്റിക്കലി. അപ്പം ആ ഒരു ബ്രീത്തിങ്ങിന്റെ സ്പീഡ് അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡ്രാസ്റ്റിക്കലി ഇൻക്രീസ് ചെയ്യും. പിന്നെന്താണ്, ദ ഡങ് ഓഫ് ഹെൽത്തി കൗ ഈസ് സെമി സോളിഡ്. അപ്പോൾ ചാണകം, അതിന്റെ കൗ ഡങ് എന്ന് പറയുന്നത് അതിന്റെ എക്സ്ക്രീഷൻ ആണ് അല്ലെ. അപ്പൊ ആ ഡങ് എന്ന് പറയുന്നത് എന്താണ്, സെമി സോളിഡ് ആയിരിക്കും. ഹെൽത്തി ആണെങ്കിൽ സെമി സോളിഡ് ആയിരിക്കും, ഗ്രീൻ ഇൻ കളർ ആയിരിക്കും. ചാണകത്തിന്റെ ആ ഒരു പച്ച നിറം, സ്വതസിദ്ധമായ ഒരു ഗ്രീൻ കളർ അതായിരിക്കും. അപ്പൊ അത് ഗുഡ് മാന്യൂർ ആണ്, നൈട്രജൻ കണ്ടന്റ് കൂടുതലാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഒരു ഹെൽത്തി ആനിമലിന്റെ കേസിലാണെങ്കിൽ അത് സെമി സോളിഡ് ആയിരിക്കും, ഗ്രീൻ ഇൻ കളർ ആയിരിക്കും ആൻഡ് ഈസ് ഡിവോയിഡ് ഓഫ് എയർ ബബിൾസ് ഓർ ബ്ലഡ്. അപ്പൊ ഹെൽത്തി ആയിട്ടുള്ള ഒരു ആനിമലിന്റെ എക്സ്ക്രീഷൻ ആണെങ്കിൽ, അതിന്റെ ഡങ് ആണെങ്കിൽ അത് ഗ്രീൻ കളർ ആയിരിക്കും, അതുപോലെ സെമി സോളിഡ് ആയിരിക്കും, എയർ ബബിൾസോ ബ്ലഡിന്റെ കണ്ടന്റോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇൻ കേസ് ഓഫ് ഷീപ്പ് ആൻഡ് ഗോട്ട് ഇറ്റ് വിൽ ബി സ്മോൾ റൗണ്ട് ഡ്രൂപ്പിങ്സ്. അപ്പം ഷീപ്പിന്റെയോ ഗോട്ടിന്റെ കേസ് ആണെങ്കിൽ എന്താണ്, ഇങ്ങനെ ചെറിയ ഗ്ലോബ്യൂൾസ് പോലത്തെ ചെറിയ റൗണ്ട് ഡ്രൂപ്പിങ്സ് ആയിരിക്കും അതിന്റെ എക്സ്ക്രീഷൻ ആയിട്ട് വരുന്നത്. ഇനി ഇതിന്റെ ഡങ് അല്ലെങ്കിൽ ഫീക്കസ് ഡിസീസ്ഡ് ആനിമൽസിൽ എങ്ങനെയായിരിക്കും എന്ന് നോക്കിയേ. മേ ബി വാട്ടറി ഓർ സെമി സോളിഡ് വിത്ത് ബബിൾസ് ഓർ ബ്ലഡ്. അപ്പം
എന്തെങ്കിലും ഡിസീസ്ഡ് കണ്ടീഷൻ ഉള്ള ആനിമൽ ആണെങ്കിൽ എന്താണ് വാട്ടറി ആയിട്ടുള്ള സ്റ്റൂൾ ആയിരിക്കും അതിനുണ്ടാവുക, അല്ലെങ്കിൽ ഡങ് ആയിരിക്കും അതിനുണ്ടാവുക, നമ്മൾ കണ്ടിട്ടില്ലേ. അപ്പം അതുപോലെ എന്താണ് അതിനകത്ത് ബ്ലഡ് കണ്ടന്റോ ബബിൾസോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയും നമുക്ക് എന്താണ് ഇതിനൊരു ഡിസീസ്ഡ് കണ്ടീഷൻ, ഇപ്പൊ ഡയറിയ ഉണ്ടെങ്കിൽ ഒക്കെ ഡിസീസ്ഡ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി യൂറിൻ ഷുഡ് ബി ക്ലിയർ ആൻഡ് ലൈറ്റ് യെല്ലോ ഇൻ കളർ. അപ്പൊ ഒരു ഹെൽത്തി ആനിമൽ ആണെങ്കിൽ എന്താണ് ക്ലിയറും ലൈറ്റ് യെല്ലോയും കളറായിരിക്കും. പക്ഷെ എന്താണ് ഒരു ഡീപ്പ് അല്ലെങ്കിൽ ഒരു ബ്ലഡ് കളറൊക്കെ വരികയാണെങ്കിൽ എന്താ അതിനെന്തോ ഒരു ഫൗൾ സ്മെല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, എന്തോ ഒരു കുഴപ്പം ഇതിന്റെ ഹെൽത്ത് കണ്ടീഷൻ ഉണ്ട്. ഇനി നോക്കിക്കേ, ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് മിൽക്ക്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞു സ്ട്രിപ്പ് കപ്പ് ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞില്ലേ, നമ്മൾ പാലിന്റെ ആ ഫോർമിൽക്ക് എടുക്കുമ്പോൾ നമ്മളൊരു ബ്ലാക്ക് സ്ക്രീനിലേക്ക് അല്ലെങ്കിൽ മെഷിലേക്ക് നമ്മൾ ഒഴിച്ചു നോക്കും. അപ്പൊ എന്തെങ്കിലും ക്ലോട്ടോ അഗ്രിഗേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലേക്സോ ഒക്കെ കാണപ്പെടുകയാണെങ്കിൽ നമുക്കത് മാസ്റ്റൈറ്റിസ് ആണെന്നൊക്കെ പറയാൻ സാധിക്കും. ആ പാല് അൺഫിറ്റ് ഫോർ ഡ്രിങ്കിങ് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പം എന്തെങ്കിലും അഡറിൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ പാലിന്റെ ക്വാണ്ടിറ്റിക്കും ക്വാളിറ്റിക്കും ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് പറയാം ഈ ഓർഗാനിസം ഈ ഒരു കാറ്റിൽ എന്തോ കുഴപ്പമുണ്ട്, എന്തോ ഒരു ഡിസീസ്ഡ് കണ്ടീഷൻ ഉള്ളത് കൊണ്ടാണ് അത് നല്ല രീതിക്ക് പാല് ചെലുത്തിക്കൊണ്ടിരുന്ന ഒരു പശുവിന് പെട്ടെന്ന് എന്താണ് അതിന്റെ ക്വാളിറ്റിക്കും ക്വാണ്ടിറ്റിക്കും ഒക്കെ വ്യത്യാസം വന്നു. ചിലപ്പോൾ വാട്ടറി ആയിപ്പോവും, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫ്ലേക്സോ അഗ്രിഗേറ്റ്സോ ഒക്കെ ഉണ്ടാകും. അത് അഡർ ഇൻഫെക്ഷന്റെ കേസിലായിരിക്കും ഉണ്ടാവുക. ഇനി ബ്ലഡ് ഇൻ ദ മിൽക്ക് ഇൻഡിക്കേറ്റ് സൈൻസ് ഓഫ് മാസ്റ്റൈറ്റിസ്. അപ്പം എന്താണ് പാലില് രക്തത്തിന്റെ അംശം കാണുകയാണെങ്കിൽ അത് മാസ്റ്റൈറ്റിസിന്റെ അല്ലെങ്കിൽ അഡർ ഇൻഫെക്ഷന്റെ ഒരു സിംറ്റം ആയിട്ട് കാണാം. ക്ലിയർ ആണല്ലോ. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസസ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ കാറ്റിൽസിൽ ഏതൊക്കെ രീതിയിലുള്ള ഡിസീസസ് ഉണ്ടാവാം. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ മൂലം, വൈറസിന്റെ ഇൻഫെക്ഷൻ മൂലം, പ്രോട്ടോസോവൻസ് മൂലം, മറ്റ് പാരസൈറ്റ്സ് മൂലം ഒക്കെ ഇൻഫെക്ഷൻസ് ഉണ്ടാവാന്ന് പറഞ്ഞു, ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവാന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഏതൊക്കെ രീതിയിലാണ് ഈ ഇൻഫെക്ഷസ് ഡിസീസസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്? പ്രധാനമായും 5 രീതിയിലാണ്. ഓക്കെ, അപ്പം ഒന്നെങ്കിൽ ഡയറക്റ്റ് കോണ്ടാക്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ആയിരിക്കാം. ആദ്യമായിട്ട് വരുന്നത് ഡയറക്റ്റ് കോണ്ടാക്ട് ആണ്. അതായത് ഒരു കാറ്റിൽ നിന്ന് മറ്റൊരു കാറ്റിലേക്ക്, അല്ലെങ്കിൽ ഒരു കാറ്റിൽ നിന്ന് മറ്റൊരു ഹ്യൂമൻ ബീയിങ്ങിലേക്ക് വരെ സ്പ്രെഡ് ആവാം, ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാം ഈ ബാക്ടീരിയൽ അല്ലെങ്കിൽ വൈറസ് ഇൻഫെക്ഷൻസ് ഒക്കെ. അതായത് ഇപ്പൊ നോക്കിയോ, ഒരു ഹേർഡ്, ഒരു 10 കാറ്റിൽസ് ഉള്ള ഒരു ഫാം എന്ന് വെച്ചു, അതിൽ ഏതെങ്കിലും ഒരു കാറ്റിലിന് ഇൻഫെക്ഷൻ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും മറ്റ് കാറ്റിൽസിന് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. എന്തുകൊണ്ടാണ്? അവർ ഒരു ഗ്രൂപ്പായിട്ട് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ സർവൈവ് ചെയ്യുന്നവരാണ്. അപ്പം ഒരാളിൽ നിന്ന് പെട്ടെന്ന് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാം. ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടല്ലേ, അവർ കഴിക്കുന്ന ഫുഡും ഫോട്ടറും ഒക്കെ ഒന്നാണ്, അല്ലെങ്കിൽ അവർ സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം ഒന്നാണ്. അപ്പൊ അവർക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് വരെ ഡിസീസ് കണ്ടീഷൻ ഉണ്ടാകും. അതുപോലെ മിൽക്കേഴ്സിന് ഈ കന്നുകാലികളിൽ നിന്ന് രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ മാന്ത്രാക്സ് ഒക്കെ പോലത്തെ രോഗങ്ങൾ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനത്തെ കേസിൽ നമ്മൾ വിചാരിക്കണം, ഇങ്ങനെ ഡയറക്റ്റ് കോണ്ടാക്ട് എന്ന് പറയുന്നത് വരികയാണെങ്കിൽ ഒരു 200 ആനിമൽസ് ഉള്ള ഒരു കാറ്റിൽ ഫാം ആണെങ്കിൽ പോലും ഇപ്പൊ ഒരു കാറ്റിലിന് രോഗം വന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും അഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് വലിയ എക്കണോമിക് ലോസിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കാറ്റിലിന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഇൻഫെക്ഷൻ ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ അപ്പൊ തന്നെ അതിനെ അവിടെ നിന്ന് ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് ഡയറക്റ്റ് കോണ്ടാക്ട് വഴി മറ്റുള്ളവർക്ക് സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഈ ഡിസീസ്ഡ് ആയിട്ടുള്ള ആനിമൽസിനെ ഹാൻഡിൽ ചെയ്യുന്ന മനുഷ്യരും അത്രയധികം ശ്രദ്ധ എടുക്കണം. ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അടുത്ത് പോകുമ്പോൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അതിന് നേസൽ ഡിസ്ചാർജോ അല്ലെങ്കിൽ അതിന്റെ ഇപ്പം മാനുവറോ ഒക്കെ എടുക്കുമ്പോൾ, അതായത് അതിന്റെ എക്സ്ക്രീറ്റി ഒക്കെ എടുക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കണം. കാരണം എന്തെങ്കിലുമൊക്കെ ഉള്ള രീതിയിൽ കയ്യിൽ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഡയറക്റ്റ് കോണ്ടാക്ട് എന്ന് പറയുന്നത് വളരെ ഡിസീസ് ട്രാൻസ്മിഷന് കാരണമാകുന്ന ഒരു റൂട്ടാണ്. ഇനി രണ്ടാമത്തത് ഓറൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഫുഡ്, അതിന്റെ ഫോഡർ, അതിന്റെ വാട്ടർ, അതൊക്കെ വഴി എന്തെങ്കിലുമൊക്കെ കണ്ടാമിനേഷൻസ് ഉണ്ടാവും. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അടുത്തത് എയറോസോൾ. അപ്പൊ സ്നീസിങ് വഴിയോ കഫിങ് വഴിയോ ഒക്കെ എയറിലേക്ക് ഈ ഇൻഫെക്ഷന്റെ സ്പോർട്സോ എന്തെങ്കിലുമൊക്കെ സ്പ്രെഡ് ആവുകയും അത് ശ്വസിക്കുന്ന അടുത്തുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ അടുത്തുള്ള ആനിമൽസിനോ ഒക്കെ ഡിസീസ് കോസ് ആവാനും സാധ്യതയുണ്ട്. അപ്പൊ അതാണ് എയറോസോൾസ് വരുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അടുത്തത് വെക്ടേഴ്സ്. ഇപ്പൊ മോസ്കിറ്റോസ്, ടിക്സ്, ചില ഫ്ലൈസ്, ഇതൊക്കെ നമ്മുടെ ഡിസീസ്ഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിന് പുറത്തിരിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റൂളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായിട്ടുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിരുന്നിട്ട് വന്ന് കാറ്റിൽസിന്റെ പുറത്തൊക്കെ ഇരിക്കുകയാണെങ്കിൽ അതുവഴിയും ഈ ബാക്ടീരിയൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കണ്ടാമിനേഷൻസ്, ഡിസീസസ്, ഇൻഫെക്ഷൻസ് ഒക്കെ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് വരുന്നത് ഫോമേറ്റ്സ്. എന്തെങ്കിലും
ഇൻഅനിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സിലൊക്കെ ഷോർട്ട് ലൈഫ് സ്പാൻ ഉള്ള ഓർഗാനിസംസ് ഇരിക്കുകയും അതുമായിട്ട് കോണ്ടാക്ട് വരുന്നത് വഴി കന്നുകാലികൾക്കും ഈ രോഗം സ്പ്രെഡ് ചെയ്യും. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം 5 മെയിൻ റൂട്ട്സ് ആണ് ഡിസീസ് ട്രാൻസ്മിഷന് വേണ്ടിയിട്ടുള്ളത്. ഏതെങ്കിലും ഒരു കന്നുകാലിക്ക് വരികയാണെങ്കിൽ പോലും മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഡയറക്റ്റ് കോണ്ടാക്ട് ആണ്. അങ്ങനെ ഏതെങ്കിലും ഒരു കന്നുകാലിക്ക് ഒരു രോഗമുണ്ടെന്ന് ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ അതിനെ എത്രയും വേഗം ഐസൊലേറ്റ് ചെയ്യും, വെറ്റിനറി ഡോക്ടറെ കാണിക്കുകയും ചെയ്യണം, മറ്റുള്ളവരുമായിട്ടുള്ള കോണ്ടാക്ട് ഒഴിവാക്കണം. അതുപോലെ തന്നെ ഈ മിൽക്കിങ്ങിന് വരുന്ന ആ ഒരു കളക്ട് ചെയ്യാൻ വരുന്ന പേഴ്സണും അദ്ദേഹത്തിന്റെ ഹൈജീനും അദ്ദേഹത്തിന്റെ ഹെൽത്തും കൂടെ ശ്രദ്ധിക്കണം. കാരണം ആനിമൽസിൽ നിന്ന് ഹ്യൂമൻ ബീയിങ്സിലേക്കും ഡിസീസ് സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മിൽക്ക് നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അതുവഴിയും നമുക്ക് ഇപ്പൊ ബ്രൂസെല്ലോസിസ്, ട്യൂബർക്കുലോസിസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ രോഗങ്ങളും ഹ്യൂമൻ ബീയിങ്സിലേക്കും എത്താനുള്ള സാധ്യതയുണ്ട്. പിന്നെയുള്ളത് ഓറല്, എയറോസോൾസ്, വെക്ടേഴ്സ്, ഫോമൈറ്റ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ്. അപ്പൊ നോക്കിയേ, റൂട്ട്സ് ഓഫ് ഡിസീസ് ട്രാൻസ്മിഷൻ ഓൾറെഡി നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് ഓറൽ മെത്തേഡ്. അതായത് ഫുഡ് ആൻഡ് വാട്ടർ സംടൈംസ് contaminated with infection causing agents passes through saliva, nasal discharge, urine or feces of the infected animal. അപ്പോൾ ഈ ഇൻഫെക്റ്റഡ് ആനിമലിന്റെ സലൈവയോ നേസൽ ഡിസ്ചാർജ് അല്ലെങ്കിൽ അതിന്റെ മൂക്കിൽ നിന്ന് വരുന്ന ആ ഒരു ഡിസ്ചാർജോ അല്ലെങ്കിൽ യൂറിൻ അല്ലെങ്കിൽ അതിന്റെ കൗഡങ്, ഫീക്കസ്, ഇതൊക്കെ ഇൻഫെക്റ്റഡ് ആനിമലിന്റെ ആയിട്ട് എന്തെങ്കിലും രീതിയിലൊരു ഇന്ററാക്ഷൻ ഇത് നമ്മുടെ കാറ്റിൽസ് കഴിക്കുന്ന ഫുഡിനോ ഫോഡറിനോ വാട്ടറിനോ ഒക്കെ വരികയാണെങ്കിൽ ആ ഒരു ജസ്റ്റ് ഒന്ന് പാസ് ചെയ്താൽ മതി. അതുവഴി ചിലപ്പം ഇതിന്റെ ഉള്ളിലേക്ക് എത്താം, മറ്റ് കാറ്റിൽസിന്റെ ഉള്ളിലേക്ക് എത്താം. അങ്ങനെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്കും ആ ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പം ഫുഡ് ആൻഡ് വാട്ടർ വഴി ഇങ്ങനത്തെ എന്തെങ്കിലും സലൈവയായിട്ടോ നേസൽ ഡിസ്ചാർജ് വഴിയോ യൂറിൻ വഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിന്റെ ഫീക്കസോ ആയിട്ടോ കോണ്ടാക്ട് വരികയാണെങ്കിൽ അത് ഇൻഫെക്ഷനുള്ള കാരണമാകാം. അതാണ് ഓറൽ മെത്തഡ് അല്ലെങ്കിൽ ഓറൽ റൂട്ട് എന്ന് പറയുന്നത്. കൺസപ്ഷൻ ഓഫ് കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ ക്യാൻ ട്രാൻസ്മിറ്റ് ഡിസീസസ് ടു സസെപ്റ്റബിൾ ഹെൽത്തി ആനിമൽസ്. അപ്പൊ ഹെൽത്തി ആനിമൽസിലേക്ക് ഡിസീസ് പെട്ടെന്ന് സ്പ്രെഡ് ആകാനുള്ള ഒരു മെത്തേഡാണ്. അവരുടെ ഫുഡ് ആൻഡ് ഫോഡർ അല്ലെങ്കിൽ വാട്ടർ എന്തെങ്കിലും രീതിയിൽ കണ്ടാമിനേറ്റഡ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉള്ളിൽ ചെല്ലുന്ന കാറ്റിൽസിനും ഈ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവാം. അതാണ് രണ്ടാമത്തെ ഓറൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത എയറോസോൾസ്. എയറോസോൾസ് എന്ന് പറയുമ്പോൾ ഒരു ഇൻഫെക്റ്റഡ് ആനിമൽ അത് ഒന്ന് സ്നീസ് ചെയ്യുകയോ കഫ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് അതിന്റെ ഡ്രോപ്ലെറ്റ്സ് വരും അല്ലെ. അപ്പൊ ആ ഡ്രോപ്ലെറ്റ്സ് സ്പ്രേ ചെയ്യപ്പെടും. ഈ ഡ്രോപ്ലെറ്റ്സ് വഴി ഇൻഫെക്ഷ്യസ് ഡിസീസസ് സ്പ്രെഡ് ചെയ്യുകയും അടുത്തുള്ള കാറ്റിൽസിലേക്കും ആ ഒരു ഏരിയയിലുള്ള മറ്റ് ഹ്യൂമൻ ബീയിങ്സ് ഉണ്ടെങ്കിൽ അവരിലേക്കും ഒക്കെ സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതാണ് എയറോസോൾസ്. ഈ ഡ്രോപ്ലെറ്റ്സ് വരുന്നത് എങ്ങനെയാണ്? കഫിങ്ങോ സ്നീസിങ്ങോ വഴി. ഇപ്പൊ നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഹ്യൂമൻ ബീയിങ്സിന്റെ കേസിൽ പറയുന്ന പോലെ തന്നെ കഫിങ്ങോ സ്നീസിങ്ങോ വഴി ഇങ്ങനെ എയറോസോൾസ് സ്പ്രെഡ് ആവുകയാണ്, ഡ്രോപ്ലെറ്റ്സ് സ്പ്രെഡ് ആവുകയാണെങ്കിൽ അതുവഴി ഇത് കാറ്റിൽസിന്റെ രോഗങ്ങളും സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടിയാണ് നമ്മൾ പറയുന്നത് ഏതെങ്കിലും ഒരു കാറ്റില് എന്തെങ്കിലും ഒരു ഡിസീസ് ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഐസൊലേറ്റ് ചെയ്യുക. അപ്പം ഇങ്ങനത്തെ കഫിങ്ങോ സ്നീസിങ്ങോ ഒക്കെ വന്നാലും അടുത്തുള്ളവരെ അഫക്ട് ചെയ്യാത്ത രീതിയിൽ ഐസൊലേറ്റ് ചെയ്യുക, എന്നിട്ട് വേണം ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നോക്കിയേ, ഡിസീസ് കോസിംഗ് ഏജന്റ്സ് പ്രസന്റ് ഇൻ ദിസ് എയറോസോൾ ഡ്രോപ്ലെറ്റ്സ് ആർ പാസ്ഡ് ഫ്രം ദ ഇൻഫെക്റ്റഡ് ആനിമൽ ടു ദ സസെപ്റ്റബിൾ ഹെൽത്തി ആനിമൽ ഓർ ഹ്യൂമൻസ്. അപ്പൊ ഇതുപോലെ ഇവർ തുമ്മുവോ സ്നീസ് ചെയ്യുകയോ അല്ലെങ്കിൽ കഫ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ആ ഒരു എയറോസോൾ ഡ്രോപ്ലെറ്റ്സ് മറ്റ് ഹെൽത്തി ആനിമൽസിലേക്കും പോകും. അതുവഴി അവർക്കും കൂടി ഡിസീസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് നോക്കിക്കേ, വെക്ടർ. വെക്ടർ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം വെഹിക്കിൾ എന്നാണ്, വാഹകർ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് എത്തിക്കുന്ന ആൾ, അത്രേ ഉള്ളൂ വെക്ടർ എന്ന് പറയുമ്പോൾ. എ വെക്ടർ അക്വയർസ് ആൻ ഇൻഫെക്ഷ്യസ് ഏജന്റ്സ് ഫ്രം എ ഡിസീസ്ഡ് ആനിമൽ ആൻഡ് ഇറ്റ് ട്രാൻസ്മിറ്റ് ടു ഹെൽത്തി ആനിമൽ എയ്തർ ബൈ ബൈറ്റിംഗ് ഓർ സക്കിംഗ് ഇൻ ദ ബ്ലഡ്. അപ്പൊ ഒരു വെക്ടർ എന്ന് പറയുമ്പോൾ ഒരു ഇൻഫെക്ഷ്യസ് ഏജന്റിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പൊ നമ്മുടെ ഈച്ച, ഇപ്പം ഒന്നാലോചിച്ച് നോക്കി, ഇപ്പൊ എവിടെയെങ്കിലും കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവം സ്റ്റൂളൊക്കെ ഇരിക്കുന്നു, അപ്പൊ അതിലൊക്കെ പോയിരുന്നിട്ട് വന്ന് നമ്മുടെ ഭക്ഷണത്തിലോ നമ്മുടെ വെള്ളത്തിലോ വന്നിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് രോഗം പിടിക്കുമല്ലേ. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഫ്ലൈസും ടിക്സും മോസ്കിറ്റോസും ഒക്കെ ഇങ്ങനത്തെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിരുന്നിട്ട് വന്ന് നമ്മുടെ കന്നുകാലികളുടെ പുറത്തൊക്കെ വന്നിരിക്കാം. അല്ലെങ്കിൽ ടിക്സ് ഒക്കെ, ചെള്ള്, അതൊക്കെ കന്നുകാലികളുടെ പുറത്ത് വന്നിട്ട് മറ്റേ ഇൻഫെക്ഷനൊക്കെ കോസ് ചെയ്യാം. മോസ്കിറ്റോസ് ഇൻഫെക്ഷൻസ് കോസ് ചെയ്യാം. ഇങ്ങനെ എവിടെന്നെങ്കിലുമൊക്കെയുള്ള ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഏജൻസിനെ കൊണ്ടുവന്ന് കാറ്റിലിന്റെ പുറത്ത് വെച്ചിട്ട് പോവാം. അപ്പൊ അതൊക്കെ വെക്ടേഴ്സ് എന്നാണ് വിളിക്കുക. മോസ്കിറ്റോസ്, ഫ്ലൈസ്, ടിക്സ് ഒക്കെ ഇത് വലിയൊരു ഭീകരമായ പ്രശ്നമാണ്. ഇങ്ങനെ ഫ്ലൈസ് ഒക്കെ കാരണം ഒരുപാട് ഡിസീസസ് ഉണ്ടാകുന്നുണ്ട്, ടിക്സ് കാരണം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ വൂണ്ടൊക്കെ ഉണ്ടെങ്കിൽ, അതായത്
നമ്മുടെ ആനിമലിന്റെ പുറത്ത് എന്തെങ്കിലുമൊക്കെ മുറിവുകളൊക്കെ ഉണ്ട്, അവിടെയാണ് പോയി ഈ ഫ്ലൈസ് ഒക്കെ ഇരിക്കുന്നതെങ്കിൽ വളരെ റാപ്പിഡായിട്ട് പെട്ടെന്ന് ഇൻഫെക്ഷൻ കോസ് ചെയ്യുകയും അതുമൂലം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് പോവുകയൊക്കെ ചെയ്യും. സം ഇൻഫെക്ഷ്യസ് ഏജൻസ്, നമ്മൾ ഡിസീസസ് പഠിക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ഇങ്ങനത്തെ കണ്ടീഷൻസ്. സം ഇൻഫെക്ഷ്യസ് ഏജൻസ് ആർ ലൈവ് ഫ്രം എ ഷോർട്ട് സ്പാൻ ഓൺ ഇൻഅനിമേറ്റ് ഒബ്ജക്ട്സ്. അപ്പൊ ഇൻഅനിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സ്, അതായത് എന്തെങ്കിലും എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഫീഡ്, വാട്ടർ ട്രോഫ്സ്, വെള്ളം വെച്ചിരിക്കുന്ന തൊട്ടി, അങ്ങനത്തെ സാധനങ്ങൾ, ഫെൻസസ്, ഇതിലൊക്കെ പോയിട്ട് ഈ ഇൻഫെക്ഷ്യസ് ഏജൻസിന് കോണ്ടാക്ട് വരുന്നു. അതായത് ഇൻഅനിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ആണ്, ജീവനില്ലാത്ത എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ ഈ ഇൻഫെക്ഷ്യസ് ഏജൻസ് കുറച്ച് നേരത്തേക്ക് പോയിരിക്കുകയാണ്, അതുമായിട്ട് നമ്മുടെ കാറ്റിലിന് കോണ്ടാക്ട് വരികയാണെങ്കിൽ എന്താ, അവിടെയും ഇൻഫെക്ഷൻസ് ഉണ്ടാവും. അതാണ് ഫോമേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോമേറ്റ് എന്ന് പറയുമ്പോൾ ഇൻഫെക്ഷ്യസ് ഏജൻസ് എവിടെയാണ്, ഇൻഅനിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സിൽ പോയിട്ട് കുറച്ച് നേരം അതിന്റെ പുറത്ത് ഇരിക്കുവാണെങ്കിൽ, ആ ഒരു ഷോർട്ട് സ്പാനിനുള്ളിൽ തന്നെ ഇരിക്കുവാണെങ്കിൽ അതുവഴി ഹെൽത്തി ആനിമൽസിലുമായിട്ട് കോണ്ടാക്ട് വരികയും അതുമൂലം ഡിസീസ് ഉണ്ടാവുകയും ചെയ്യാം. അത് എന്തെങ്കിലും എക്യുപ്മെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫീഡ് അല്ലെങ്കിൽ വാട്ടർ ട്രോഫ്സോ അല്ലെങ്കിൽ ഫെൻസിങ്, വേലി കെട്ടിയതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം. അതിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷ്യസ് ഏജന്റ് വന്നിരുന്ന് അതുമായിട്ട് കാറ്റിലിന് കോണ്ടാക്ട് വന്നാലും ഡിസീസ് ഉണ്ടാകും. അതാണ് ഫോമേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, when a healthy animal comes in contact with such objects, that is they have a fomate presence, these infectious agents are transmitted to it. ഇതൊരു ഇൻഡയറക്റ്റ് റൂട്ട് ഓഫ് ഡിസീസ് ട്രാൻസ്മിഷൻ ആണ്. കാരണം ഇത് ഇൻഫെക്ഷ്യസ് ഏജന്റിൽ നിന്ന് ഡയറക്റ്റ് കാറ്റിലേക്കല്ല, ഇൻഫെക്ഷ്യസ് ഏജന്റ് ഏതെങ്കിലും ഒരു ഇൻഅനിമേറ്റ് ഒബ്ജക്റ്റിലെ ഒരു എക്യുപ്മെന്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലും യൂട്ടൻസിൽസിലോ ഫെൻസിലോ അല്ലെങ്കിൽ അതിന്റെ ഫുഡും ഫോഡറും ഒക്കെ വെച്ചേക്കുന്ന സ്ഥലത്തോ ഒക്കെ പോയി ആ ഇൻഫെക്ഷ്യസ് ഏജന്റിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അതുമായിട്ട് കോണ്ടാക്ട് വരുന്ന കാറ്റിലിനും വരാം. അതുകൊണ്ടാണ് അതിനെ ഒരു ഇൻഡയറക്റ്റ് റൂട്ട് ഓഫ് ഡിസീസ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ 5 മെത്തേഡ്സ് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ഒന്ന്, ഡയറക്റ്റ് കോണ്ടാക്ട് വരാം. ഒരു കാറ്റിലിന് ഡിസീസ് ഉണ്ടെങ്കിൽ കൂടെയുള്ള ഹേർഡിലുള്ള കാറ്റിൽസിനൊക്കെ ഡിസീസ് വരാം. അതുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഹ്യൂമൻ ബീങ്സിനും ഡിസീസ് വരാമെന്ന് പറഞ്ഞു. പിന്നെ ഓറൽ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, അതിന് നേസൽ ഡിസ്ചാർജ്, സലൈവ അല്ലെങ്കിൽ ഫീക്കസ് ഒക്കെ ആയിട്ട് എന്താണ് കോണ്ടാക്ട് വരുന്ന ഫുഡ് ആൻഡ് ഫോഡർ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതുവഴി നമ്മുടെ ഉള്ളിലേക്ക് എന്ത് പോകാം, ഈ ഒരു ഇൻഫെക്ഷ്യസ് ഏജൻസ് പോകാം. അങ്ങനെ കാറ്റിൽസിന് രോഗങ്ങൾ വരാം. അത് ഹ്യൂമൻ ബീങ്സിനും ബാധകമാണെന്ന് പറഞ്ഞു. മൂന്നാമത് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? മൂന്നാമത് നമ്മൾ പറഞ്ഞത് നേസൽ ഡിസ്ചാർജ്, എയറോസോൾസ് അല്ലെ, എയറോസോൾസ്. അപ്പോൾ അത് സ്നീസിങ്ങോ കഫിങ്ങോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആ എയറോസോൾസ് അതിന്റെ സറൗണ്ടിങ്സിലുള്ള എയറിൽ സ്പ്രെഡ് ആവുകയും ഈ എയറോസോൾസ് വഴി എന്താണ് ആ ഒരു ഡ്രോപ്ലെറ്റ്സ് വഴി എന്താണ് ഡിസീസ് ട്രാൻസ്മിറ്റഡ് ആവുകയും ചെയ്യാമെന്ന് പറഞ്ഞു. നാലാമത് പറഞ്ഞാണ് വെക്ടേഴ്സ്. വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ വെഹിക്കിൾസ് അഥവാ വാഹകരാണ്. ഈ ഇൻഫെക്ഷ്യസ് ഏജൻസിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. ഫ്ലൈസ്, മോസ്കിറ്റോസ്, ടിക്സ് ഒക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. ഇനി ഫോമേറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഇൻഫെക്ഷ്യസ് ഏജൻസ് ഏതെങ്കിലും ഒരു ഇൻഅനിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റുമായിട്ട് കോണ്ടാക്ട് വരുന്നു. അതായത് ഇപ്പം അതിന്റെ വേലിയോ അല്ലെങ്കിൽ ഫുഡും ഫോഡറും ഒക്കെ വെച്ചിട്ടുള്ള ആ ഒരു സ്ഥലമോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്യുപ്മെന്റ്സോ ഒക്കെ ആയിട്ട് കോണ്ടാക്ട് വരുന്നു. ഈ എക്യുപ്മെന്റ്സുമായിട്ട് വീണ്ടും കോണ്ടാക്ട് വരുന്ന ഏതെങ്കിലും ഒരു ആനിമലിലേക്ക് എന്താണ് ഈ ഒരു ഡിസീസ് സ്പ്രെഡ് ആവാം. അതാണ് ഫോമേറ്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെ 5 മെത്തേഡ്സ് നമ്മൾ പഠിച്ചു. ഈ ഫോമേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് ഡിസീസ് ട്രാൻസ്മിഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നോക്കിക്കേ, പ്രിവെന്റിങ് ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസസ്. ഡിസീസ് ട്രാൻസ്മിഷൻ പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ ആദ്യം തൊട്ടേ പറയുന്നുണ്ട്, ഐസൊലേറ്റ് ദ സിക്ക് ആനിമൽ. ഒരു ആനിമലിന് ഡിസീസ് വന്നാൽ അതിനെ ആ ഒരു കൂട്ടത്തിൽ നിന്ന് മാറ്റുക. കാരണം ഡിസീസ് പെട്ടെന്ന് സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഓവർ ക്രൗഡിങ് ഓഫ് ആനിമൽസ് കുറയ്ക്കുക. റെഗുലർ ക്ലീനിങ് ആൻഡ് ഡിസിൻഫെക്ഷൻ ചെയ്യുക. അപ്പം ഒരു കുഞ്ഞു ക്ലോസ്ഡ് സ്പേസിലായിരിക്കും നമ്മുടെ കാറ്റിൽസ് ഉള്ളത് അല്ലെ. അപ്പൊ അവിടെ കൊണ്ടുപോയി ഒരു 10 പേർക്ക് നിൽക്കാൻ സ്ഥലമുള്ള എടുത്ത് നമ്മൾ കൊണ്ടുപോയി 100 പേരെ നിർത്തുവാണെങ്കിൽ അവർക്ക് ഓരോരുത്തർക്കും കിട്ടേണ്ട സ്പേസിങ് കുറയും അല്ലെ. സ്പേസിങ് കുറയും തോറും എന്താണ്, അവർക്ക് ഒരു കൺജഷൻ ഫീൽ വരും, അല്ലെങ്കിൽ അവരുടെ ഡിസീസസ് പെട്ടെന്ന് സ്പ്രെഡ് ആവും. അതുകൊണ്ട് ഓവർ ക്രൗഡിങ് എപ്പോഴും നമ്മൾ പ്രിവെന്റ് ചെയ്യുക. അതിൽ ഒരു പർട്ടിക്കുലർ സ്പേസിൽ ഇത്ര അതിനൊക്കെ കണക്കുണ്ട്. അപ്പൊ അത്രയും ആനിമൽസിന് മാത്രമേ നമ്മൾ വളർത്താവുള്ളൂ. അതുപോലെ തന്നെ റെഗുലർ ആയിട്ടുള്ള ക്ലീനിങ്ങും അതുപോലെ ഡിസിൻഫെക്ഷനും വേണം. അവിടെ ഇങ്ങനെ കൗഡങ്ങൊക്കെ ഇങ്ങനെ കിടക്കാനും യൂറിൻ കിടക്കാനും ഒന്നും അനുവദിക്കരുത്. ടൈംലി ആയിട്ടുള്ള ക്ലീനിങ് വേണം, ഡിസിൻഫെക്ഷൻ വേണം. നല്ല രീതിക്ക് ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്ത് വേണം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. എപ്പോഴും അതിനെ ഗ്രോ ചെയ്യുന്ന ഷെഡും അതുപോലെ മിൽക്ക് ബാണും ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്യണം. ഇനി ഡിസിൻഫെക്ഷൻ ഓഫ് ഫാം എക്യുപ്മെന്റ്സ് ഡിസിൻഫെക്ട് ചെയ്യണം. എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പം പാല് കറക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രങ്ങള് അല്ലെങ്കിൽ നമ്മൾ അത് ഉപയോഗിക്കുന്ന യുട്ടൻസിൽസ്, ആ ഒരു കാറ്റിൽ ഫാമിൽ ഉപയോഗിക്കുന്ന വെഹിക്കിൾസ് എല്ലാത്തിനും നമ്മൾ എന്താണ് ഡിസിൻഫെക്ട് ചെയ്യണം. അതുപോലെ എന്താണ്
റെസ്ട്രിക്റ്റഡ് എൻട്രി ടു ഐസൊലേറ്റഡ് ഷെഡ്സ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഏതെങ്കിലുമൊക്കെ ആനിമൽസിന് എന്തെങ്കിലും ഡിസീസ് ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ അതിനെ എന്താണ് ഐസൊലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഈ ഐസൊലേറ്റ് ചെയ്യപ്പെടുന്ന ആനിമൽസിന്റെ ആ ഒരു ഷെഡ് സെപ്പറേറ്റ് ആയിരിക്കുമല്ലോ, അങ്ങോട്ടേക്കുള്ള എൻട്രി റെസ്ട്രിക്റ്റഡ് ആവണം. കാറ്റിൽസിന്റെ രോഗമല്ലേ, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയാൽ നമ്മൾ അതിന്റെ വാഹകരാകാം, അല്ലെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻ വരാം. കാരണം ആനിമൽസിൽ നിന്ന് ഹ്യൂമൻ ബീങ്സിലേക്കും ഡിസീസ് സ്പ്രെഡ് ആവും. അതുകൊണ്ട് നമ്മളൊരു കാറ്റിലിനെ ഐസൊലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിലേക്കുള്ള എൻട്രി റെസ്ട്രിക്റ്റഡ് ആയിരിക്കണം എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി കൺട്രോളിംഗ് ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസസ് നമുക്ക് എന്ത് ചെയ്യാം? ആന്റിസെപ്റ്റിക്സ് യൂസ് ചെയ്യാം. അതുപോലെ ഈ ഒരു പശുവിന്റെ മസൽ, അതിന്റെ ഒരു നേസൽ പാർട്ടൊക്കെ എന്താണ് നമുക്ക് ക്ലീൻ ചെയ്യുകയും വാഷ് ചെയ്യുകയും ചെയ്യണം. അതുപോലെ അതിന്റെ ഹൂഫ്സ്, അതിന്റെ കുളമ്പും അതിന്റെ ഫീറ്റും ഒക്കെ എന്താണ് ടൈംലി ആയിട്ട് നമ്മൾ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് സേഫ് ആയിട്ട് വെക്കണം. അതുപോലെ പശുവിനെ കൃത്യമായിട്ട് കുളിപ്പിക്കണം. ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കണം, വെറ്റിനറി ഡോക്ടറെ കാണിക്കണം. അതുപോലെ ഇങ്ങനെ ലേസ്, ടിക്സ് ഒക്കെ അതിന്റെ ദേഹത്ത് ഇങ്ങനെ ചെള്ളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ടൈംലി ആയിട്ട് റിമൂവ് ചെയ്ത് കൊടുക്കണം. കാരണം എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഇൻഫെക്ഷൻ ഒരു ആനിമലിൽ വരികയാണെങ്കിൽ അത് ആ കാറ്റിൽസിലേക്ക് സ്പ്രെഡ് ആവും. അതിന്റെ മിൽക്ക് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരിലേക്കും അല്ലെങ്കിൽ ആ മിൽക്ക് കളക്ട് ചെയ്യുന്ന ആൾക്കാരിലേക്കും ഒക്കെ ഈ ഡിസീസ് സ്പ്രെഡ് ആവും. അതുകൊണ്ട് ഡിസീസ് ട്രാൻസ്മിഷനുള്ള എല്ലാ മെത്തേഡുകളും പഴുതടച്ച് തന്നെ ചെയ്തിട്ട് വേണം നമ്മൾ എന്താണ് ഒരു മിൽക്ക് ഇൻഡസ്ട്രിയിൽ ഫ്ലറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം എങ്ങനെ നമ്മൾ മിൽക്ക് പ്രൊഡക്ഷന് പ്രാധാന്യം നൽകുന്നു അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കാറ്റിൽസിന്റെ ഹൈജീനും ഹെൽത്തും എന്ന് പറയുന്നത്. അതുപോലെ ഡിസീസ് ട്രാൻസ്മിഷൻ തടയുക എന്നുള്ളത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ആ ഒരു ഫാം നടത്തുന്ന ആളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇനി നമുക്ക് എന്ത് നോക്കാം? പാരസൈറ്റിക് ഡിസീസസ് നോക്കാം. അപ്പൊ പലതരത്തിലുള്ള ഡിസീസസ് ഉണ്ടെന്ന് പറഞ്ഞു. ബാക്ടീരിയൽ ഡിസീസസ് ഉണ്ട്, വൈറൽ ഡിസീസസ് ഉണ്ട്, ഫംഗസ് കോസ് ചെയ്യുന്ന ഡിസീസ് ഉണ്ട്, പാരസൈറ്റ്സ് കോസ് ചെയ്യുന്ന ഡിസീസ് ഉണ്ട്. അപ്പൊ ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് ഫുഡ് ആൻഡ് വാട്ടർ ആണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള പാരസൈറ്റിക് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. ഇതിനകത്ത് പ്രോട്ടോസോവൻ ഡിസീസസ് ആണ് കൂടുതലായിട്ടും ഉള്ളത്. അതുപോലെ ഹെൽമിന്തസ് നമ്മൾ പറയത്തില്ലേ, അതുപോലെ പാരസൈറ്റ്സ്, ഇതൊക്കെ എന്താണ് ബേർഡ്സിലും ആനിമൽസിലും ഒക്കെ ഡിസീസ് കോസ് ചെയ്യുന്ന പാരസൈറ്റുകളാണ്. പ്രോട്ടോസോവൻസ്, ഹെൽമിന്തസ്, അതുപോലെ പാരസൈറ്റ്സ്. ഓക്കെ, ഇതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് മൈറ്റ്സ്, ടിക്സ്, ചെള്ള്, അതുപോലെ എന്താണ് ഹൗസ് ഫ്ലൈസ്, ലൈസ്, പേൻ പോലത്തെ സാധനങ്ങൾ, ഇതൊക്കെ എന്താണ് മൂട്ട, ഇങ്ങനത്തെ സാധനങ്ങൾ വഴിയൊക്കെ എന്താണ് പാരസൈറ്റ്സ് ആണ്. അപ്പൊ പാരസൈറ്റ്സിന് ചിലപ്പോൾ എക്സാമ്പിൾ നോക്കാം. മൈറ്റ്സ്, ടിക്സ്, ഹൗസ് ഫ്ലൈസ്, ലൈസ്, ഇതൊക്കെ പാരസൈറ്റുകളാണ്. പുറമേ നിന്ന് ഉള്ള പാരസൈറ്റുകളാണ്. ഇവർ എന്താണ് വെറ്റിനറി ഇമ്പോർട്ടൻസ് ഉള്ളവയാണ്. ഇവർ ഡിസീസ് കോസ് ചെയ്യും. ഒരുപാട് രോഗങ്ങൾ സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ടിക്സും അതുപോലെ ഫ്ലൈസും ഒക്കെ. അപ്പൊ അവരൊക്കെ എന്താണ് പാരസൈറ്റ്സ് ആണെന്ന് ഓർത്തിരിക്കണം. These are not only cause physical discomfort but also transmit infections and cause maggot wounds. അപ്പം എന്താണ് ഈ മിഡ്സ്, ടിക്സ്, ഹൗസ് ഫ്ലൈസ്, ലൈസ്, ഇവര് ചുമ്മാ ഇനിയിപ്പോ കന്നുകാലികളുടെ പുറത്തൊക്കെ പോയിരുന്ന ഒരു ഡിസ്കംഫർട്ട്, ഇപ്പൊ നമ്മുടെ പുറത്തൊരു ഈച്ച വന്നിരുന്ന നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ, ആ ഒരു ഡിസ്കംഫർട്ട് മാത്രമല്ല, ഇവര് എന്ത് ചെയ്യുന്ന വൂണ്ടിലൊക്കെ പോയിരിക്കുകയാണെങ്കിൽ ആ വൂണ്ട് പഴുത്ത് വ്രണമായി എന്താണ് ആ ഒരു വ്രണം ഉണങ്ങാത്ത രീതിക്കൊക്കെ ആകും. അതുപോലെ എന്താണ് മറ്റ് ഡിസീസസ് ഒക്കെ ഇതിന്റെ ബോഡിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും, മാഗോട്ട് വൂൺസ് കോസ് ചെയ്യും. അപ്പൊ ഇങ്ങനത്തെ കേസ് കൊണ്ട് ഈ പാരസൈറ്റ്സ് എന്ന് പറയുന്നത് വളരെ ഭീകരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പാരസൈറ്റിക് ഡിസീസ് കോസ് ചെയ്യുന്ന ഏജൻസ് ആണെന്ന് മനസ്സിലാക്കിയിരിക്കാം. ആദ്യം പഠിക്കാൻ പോകുന്നത് കോക്കിഡിയോസിസ് എന്ന് പറയുന്ന ഒരു പാരസൈറ്റിക് ഡിസീസ് ആണ്. കോക്കിഡിയോൺസ് കോസ് ചെയ്യുന്നതാണ്. ഇത് കാവ്സിലും അതുപോലെ പോൾട്രിയിലും ഒക്കെ കാണപ്പെടുന്നു. കാവ്സ് വിൽ ഷോ ബ്ലഡി ഡയറിയ, അതായത് ഡയറിയയും ഫീവറും ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷണങ്ങൾ. അതിനകത്ത് എന്താണ് ബ്ലഡിന്റെ പ്രസൻസ് കാണാൻ സാധിക്കും. ഇമീഡിയറ്റ് ട്രീറ്റ്മെന്റ് അത്യാവശ്യമാണ്. അതർവൈസ് എന്താണ് ഈവൻ ലീതലാകാം, ഡെത്ത് കണ്ടീഷനിലേക്ക് വരെ പോകാൻ സാധ്യതയുണ്ട്. പിന്നെ എന്താണ് കോമൺ സൈൻസ് എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷൻ. അപ്പൊ ഡയറി ആണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താകും, നിർജ്ജലീകരണം ഉണ്ടാവും അല്ലെ. അപ്പം ഡീഹൈഡ്രേഷൻ സംഭവിക്കും. അതുപോലെ എന്താണ് അത് ബോഡി വീക്കാവും. അതുകൊണ്ട് തന്നെ എന്താണ് ഫുഡിനോടുള്ള ഒരു താല്പര്യമൊക്കെ കുറയും. ലോസ് ഓഫ് അപ്പിറ്റൈറ്റ് സംഭവിക്കാം. ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യും. അതുപോലെ ഹഡ്ലിങ് and by the fourth day the blood began to appear in the droplets. അപ്പൊ ബ്ലഡ് ഇങ്ങനെ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് വരും. അതുപോലെ എന്താണ് എക്സസീവ് ബ്ലഡ് ലോസ് സംഭവിക്കും. ഇതുമൂലമാണ് ഡെത്തിലേക്ക് എത്തുന്നത്. എക്സസീവ് ബ്ലഡ് ലോസ് സംഭവിക്കും. ആദ്യം ഇങ്ങനെ ഡ്രോപ്പ് ആയിട്ടായിരിക്കും അപ്പിയർ ചെയ്യുന്നത്. പിന്നെ എന്താണ് എക്സസീവ് ആയിട്ടുള്ള ബ്ലഡ് ലോസ് സംഭവിക്കും. അതുവഴി ഡെത്ത് സംഭവിക്കുകയും ചെയ്യുന്നു. കോക്കോഡിയോൺസിസ് എന്ന് പറയുന്നത് എന്താണ്, ക്യാൻ പ്രിവെന്റഡ് ബൈ പ്രോപ്പർ മാനേജ്മെന്റ് ആൻഡ് അവോയ്ഡിങ് ഓവർ ക്രൗഡിങ്. അപ്പം ഓവർ ക്രൗഡിങ് പ്രിവെന്റ് ചെയ്യുന്നത് വഴിയും പ്രോപ്പർ മാനേജ്മെന്റ് വഴിയും നമുക്ക് എന്താണ് ഈ ഒരു പാരസൈറ്റിക് ഡിസീസ് മാറ്റാൻ സാധിക്കും. അപ്പം എന്താണ് കോക്കിഡിയോസിസ് എന്ന് പറയുന്നത് കാഫ്സിലും അതുപോലെ
ഈ എന്താണ് കോഴികളിലൊക്കെ വരും. അപ്പൊ അങ്ങനത്തെ ബേർഡ്സിലും എന്താണ് ഈ ഒരു രോഗം വരുന്നുണ്ട്. ബ്ലഡ് ഇങ്ങനെ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് വരും ഒരു 4th ഡേ ഒക്കെ കഴിയുമ്പോഴത്തേക്കും. അതിനുശേഷം എന്താണ് പിന്നീട് എക്സസീവ് ആയിട്ടുള്ള ബ്ലഡ് ലോസ് സംഭവിക്കും. അതുവഴിയാണ് ഡെത്ത് വരെ എത്തുന്നത്. അപ്പൊ എത്രയും വേഗം ഡയഗ്നോസ് ചെയ്യുകയും പ്രോപ്പർ ആയിട്ടുള്ള മാനേജ്മെന്റും ഐസൊലേഷനും ഓവർ ക്രൗഡിംഗ് ഒക്കെ പ്രിവെന്റ് ചെയ്യുന്നത് വഴിയൊക്കെയാണ് നമുക്കിത് തടയാൻ സാധിക്കുന്നത്. പ്രധാനപ്പെട്ട സിംറ്റം എന്താണ്? ഡയറിയയാണ്. അതുപോലെ ഫീവർ ഉണ്ടാകും. ആ ഒരു ഡയറിയയുടെ കൂട്ടത്തിൽ ബ്ലഡ് ലോസ് ഉണ്ടാവും. ഇതൊക്കെയാണ്. ഡീഹൈഡ്രേഷൻ സംഭവിക്കും. ഇതൊക്കെയാണ് കോക്സിഡിയോസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുന്നത്. ഇതൊരു പാരസൈറ്റിക് ഡിസീസ് ആണെന്ന് ഓർത്തിരിക്കണേ. പാരസൈറ്റിക് ഡിസീസ് ആണ്. ഇനി അടുത്തത് ട്രിപ്പനോസോമിയോസിസ്. അപ്പം എന്താണ്? ട്രിപ്പനോസോമ കോസ് ചെയ്യുന്ന ഒരു രോഗമാണ്. സുറ എന്ന് പറയും. നമ്മുടെ സ്ലീപ്പിംഗ് സിക്നസ്, ഹ്യൂമൻ ബീയിങ്സിലുള്ള പ്രശ്നമാണിത്. എന്താണ്? സ്ലീപ്പിംഗ് സിക്നസ്, ഒരു ഉറങ്ങി തൂങ്ങി നിൽക്കുന്ന ഒരവസ്ഥയാണ് സ്ലീപ്പിംഗ് സിക്നസ്. ആരാണ് കോസ് ചെയ്യുന്നത്? ട്രിപ്പനോസോമ. ഇതൊരു എന്താണ്? പാരസിറ്റിക് ഡിസീസ് ആണ്. ഇറ്റ് ഇസ് എ കോമൺ ഡിസീസ് ഓഫ് കാറ്റിൽ ആൻഡ് ബഫലോ. കാറ്റിൽസിലും ബഫലോയിലും ആണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് ഫ്ലൈസ് ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. വെക്ടർ ഉണ്ട്. വെക്ടർ ആരാണ്? ഫ്ലൈസ് ആണ്. ഫ്ലൈസ് ആണ് ഇതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഇന്റർമിറ്റന്റ് ഫീവർ. പനി ഉണ്ടാകുന്നു, മാറുന്നു, വീണ്ടും പനി ഉണ്ടാകുന്നു. അതുപോലെ എന്താണ്? നേസൽ ഡിസ്ചാർജ്. അതുപോലെ എന്താണ്? സർക്കിളിംഗ് മൂവ്മെന്റ് ഉണ്ടാകുന്നു. പ്രിവെന്റഡ് ത്രൂ ഫ്ലൈ കൺട്രോൾ. അപ്പോൾ നമ്മൾ ഓർക്കുക, ഈ സ്ലീപ്പിംഗ് സിക്നസ് എന്ന് പറയുന്ന രോഗത്തിന്റെ വെക്ടർ എന്ന് പറയുന്നത് ഫ്ലൈസ് ആണ്. ഫ്ലൈസിനെ കൺട്രോൾ ചെയ്യുന്നത് വഴി മാത്രമേ നമുക്ക് ഈ ഒരു പാരസിറ്റിക് ഡിസീസ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തതാണ് ബേബിസിയോസിസ്. അത് കോസ് ചെയ്യുന്നത് വേറൊരു പ്രോട്ടോസോവൻ ആണ്. എന്താണ്? ബേബിസിയ. ബേബിസിയ എന്ന് പറയുന്ന പ്രോട്ടോസോവൻ ആണ് ഈ ഒരു ഡിസീസ് കോസ് ചെയ്യുന്നത്. ഒരു പാരസൈറ്റിക് ഡിസീസ് ആണ്. ഇതെന്താണ്? കാറ്റിൽസിൽ കോമൺ ആയിട്ട് വരുന്നതാണ്. ഇതിന്റെയും മെയിൻ സിംറ്റംസ് എന്ന് പറയുന്നതാണ് ഫീവർ. അതുപോലെ തന്നെ കോഫി കളേർഡ് യൂറിൻ. ബേബിസിയോസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിംറ്റം ആണ് കോഫി കളേർഡ് യൂറിൻ. ഒരു തവിട്ട് നിറത്തിലുള്ള യൂറിനായിരിക്കും അതിനുണ്ടാവുക. അതുപോലെ തന്നെ ബോഡി വെയിറ്റ് ലോസ് ചെയ്യും. ആൻഡ് ഇഫ് ദ ആനിമൽ ഈസ് നോട്ട് ട്രീറ്റഡ് ഇമീഡിയറ്റ്ലി ഇറ്റ് റിസൾട്ട്സ് ഇൻ ഡെത്ത്. നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ഇമീഡിയറ്റ് ആയിട്ട് നൽകിയില്ലെങ്കിൽ ഡെത്ത് സംഭവിക്കാം. അപ്പൊ ബേബിസിയോസിസ് എന്ന് പറയുന്നത്, ബേബിസിയ എന്ന് പറയുന്ന ഒരു പ്രോട്ടോസോവൻ ആണ് കോസ് ചെയ്യുന്നത്. കാറ്റിൽസിൽ മെയിൻ ആയിട്ട് കാണപ്പെടുന്ന ഒരു രോഗമാണ്. പ്രധാനപ്പെട്ട സിംറ്റം എന്ന് പറയുന്നത് എന്താണ്? ഫീവർ ഉണ്ട്, കോഫി കളേർഡ് യൂറിൻ. അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഇമീഡിയറ്റ്ലി കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കാം? ഡെത്ത് വരെ സംഭവിക്കാം. ബോഡി വെയിറ്റ് ലോസ് സംഭവിക്കാം. അപ്പൊ കോഫി കളേർഡ് യൂറിൻ എന്ന് പറയുന്ന ഒരു എന്താണ് സംഭവം ഓർത്തിരിക്കുക. ഓക്കെ. അനി ഈ ഒരു രോഗം ബേബിസിയോസിസ് സ്പ്രെഡ് ചെയ്യുന്നത് ആരാണ്? ടിക്സ് ആണ്. ഇതിന്റെ വെക്ടർ ആരാണ്? ടിക്സ് ആണ്. ചെള്ളാണ് ടിക്സ്. ആൻഡ് ഹെൻസ് ദിസ് ഡിസീസ് ക്യാൻ ബി പ്രിവെന്റഡ് ബൈ ടിക് കൺട്രോൾ. അപ്പോൾ ഓർക്കുക, ഈ സ്ലീപ്പിംഗ് സിക്നസ് അല്ലെങ്കിൽ ട്രിപ്പനോസോമിയോസിസ് കോസ് ചെയ്യുന്ന ആരായിരുന്നു? അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യുന്ന ആരായിരുന്നു? ഫ്ലൈസ് ആയിരുന്നു. അപ്പൊ ഫ്ലൈസിനെ കൺട്രോൾ ചെയ്യണം നമ്മൾ പറഞ്ഞു. ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്? ബേബിസിയോസിസ് കോസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യുന്നത് ടിക്സ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ടിക്സിനെ കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ നമ്മളൊരു രോഗം പഠിക്കുമ്പോൾ അതിന്റെ കോസറ്റീവ് ഓർഗാനിസം മാത്രം പഠിച്ചാൽ പോരാ, അതിന്റെ വെക്ടർ ഏതാണെന്ന് കൂടെ അറിഞ്ഞിരിക്കണം. ഓക്കെ. ചിലപ്പോൾ അങ്ങനെയും ചോദ്യം വരാം. അടുത്തത് നോക്കിക്കേ, തൈലോറിയോസിസ്. തൈലോറിയോസിസ് എന്ന് പറയുന്നത് കാറ്റിൽസിൽ കോമൺ ആയിട്ട് കോസ് ചെയ്യുന്ന ഒരു രോഗമാണ്. തൈലേറിയ കോസ് ചെയ്യുന്ന ഒരു രോഗമാണ്. ഇതൊരു പ്രോട്ടോസോവൻ ഡിസീസ് ആണ്. ആൻഡ് ദെയർ വിൽ ബി ഫീവർ, ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, നോ റുമിനേഷൻ. ഇത് അയവെട്ടത്തിൽ, അതായത് കഴിക്കുന്ന ഫുഡിനെ രണ്ടാമത് റീച്യൂ ചെയ്ത് അതിന്റെ ന്യൂട്രീഷൻ ഒക്കെ എടുത്ത് അങ്ങനത്തെ പരിപാടിയൊന്നും നടത്താനുള്ളൊരു എബിലിറ്റി ആ ഒരു സമയത്ത് ഡിസീസ്ഡ് ആയിട്ടുള്ള ആനിമൽസിന് ഉണ്ടാവത്തില്ല. അതുപോലെ മിൽക്ക് പ്രൊഡക്ഷന് റിഡക്ഷൻ സംഭവിക്കുന്നു. സംടൈംസ് ലാംനെസ്സും കാണപ്പെടാം. ഓക്കെ. ഇനി ഈ ഡിസീസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആരാണ്? ടിക്സ് ആണ്. ഈ കേസിലും എന്ത്? ഇതിന്റെയും വെക്ടർ എന്ന് പറയുന്നത് എന്താണ്? ടിക്സ് ആണ്. അതുകൊണ്ട് ഇമീഡിയറ്റ് ട്രീറ്റ്മെന്റ് നെസസറി ആണ്. അതർവൈസ് എന്താണ്? സിവിയർ ആയിട്ടുള്ള പ്രൊഡക്ഷൻ ലോസും ഡെത്തും ഒക്കെ സംഭവിക്കാം. അപ്പം ഇങ്ങനെ പ്രധാനപ്പെട്ട രോഗങ്ങളാണ്. വലിയ ഡീറ്റെയിൽ ഒന്നും നിങ്ങൾ പഠിക്കേണ്ട, കാരണം പാരസൈറ്റിക് രോഗങ്ങളാണ്. കോസറ്റീവ് ഓർഗാനിസം ഏതാണ്, വെക്ടർ ഏതാണെന്ന് അറിഞ്ഞിരിക്കണം, പ്രധാനപ്പെട്ട സിംറ്റംസ് അറിഞ്ഞിരിക്കണം. ഇത്രയും നോക്കിയാൽ മതി. ഓക്കെ. ഇനി അടുത്തത് നോക്കിയേ, ഫാസിയോലോസിസ് അല്ലെങ്കിൽ ആംഫിസ്റ്റോമിയാസിസ്. അപ്പൊ ഫാസിയോളൈസിസ് കോസ് ചെയ്യുന്ന ആരാണ്?
ഫാസിയോള. ഈ ഫാസിയോള നിങ്ങൾ ഇതിനു മുമ്പ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മൾ പ്ലസ് 1 പ്ലസ് 2 പഠിച്ചിട്ടുണ്ട് അല്ലെ? എന്താണ് ലിവർ ഫ്ലൂക്ക് എന്ന് പറയും. അപ്പം ഇത് കാറ്റിൽസിൽ കാണപ്പെടുന്ന ഒരു കോമൺ പാരസൈറ്റിക് ഡിസീസ് ആണ്. കാറ്റിൽസിലെ, ബഫലോസിലെ, ഷീപ്പിലൊക്കെ കാണപ്പെടുന്നതാണ് ഫാസിയോളോസിസ്. ആൻഡ് ഇറ്റ് ഈസ് കോസ്ഡ് സഡൻ ഡെത്ത് ഇൻ ഷീപ്പ്. ഷീപ്പിന്റെ കേസിൽ സഡൻ ഡെത്ത് കോസ് ചെയ്യാം ഷീപ്പിന്റെ കേസിൽ. ഇനി എന്താണ് അഫക്റ്റഡ് ആനിമൽസ് വിൽ ഷോ. എന്തൊക്കെയാണ് ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത്? ഡയറിയ ഉണ്ട്, വീക്ക്നെസ് ഉണ്ട്, സ്വെല്ലിംഗ് ഇൻ ദ ലോവർ പാർട്ട് ഓഫ് ദ ജോയിൽ സ്വെല്ലിംഗ് ഉണ്ടാവാം. അതുകൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്? ബോട്ടിൽ ജോ എന്ന് പറയുന്നത്. ഇനി എന്താണ് സ്റ്റണ്ടഡ് ഗ്രോത്ത്, നല്ല രീതിക്കുള്ള ഗ്രോത്ത് നടക്കില്ല. പുവർ ഹെയർ കോട്ട് ആയിരിക്കും, അതിന്റെ തോലിലൊന്നും ഹെയർ ഗ്രോത്ത് കുറവായിരിക്കും. ഇപ്പൊ ഷീപ്പിലൊക്കെ ആണെങ്കിൽ അതിന്റെ ആ തുകിലൊന്നും കാണത്തില്ല, തോല് കാണത്തില്ല. ഇനി എന്താണ് റെഗുലർ ഡീവേമിംഗ് ആണ് ഇതിന് കൺട്രോൾ ചെയ്യാനുള്ള ഒരു മെത്തേഡ്, റെഗുലർ ഡീവേമിംഗ്. കാരണം ഫാസിയോള എന്ന് പറയുന്നത് എന്താണ്? ഒരു വേം ആണല്ലേ, നമ്മുടെ കാറ്റിലിന്റെയൊക്കെ സ്റ്റൊമക്കിൽ കാണുന്ന ഒരു വേമാണ് ഫാസിയോള അല്ലെങ്കിൽ ലിവർ ഫ്ലൂക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ ഡീവേമിംഗ് വഴി മാത്രമേ നമുക്ക് നശിപ്പിക്കാൻ സാധിക്കുള്ളൂ. അപ്പം ഇത് സഡൻ ഡെത്ത് കോസ് ചെയ്യും. ആരില്? ഷീപ്പിൽ സഡൻ ഡെത്ത് കോസ് ചെയ്യും. മറ്റ് കാറ്റിൽസിലൊക്കെ എങ്ങനെയാണ്? ഡയറിയ, വീക്ക്നെസ്, അതുപോലെ സ്വെല്ലിംഗ് ഇൻ ദ ലോവർ ജോ, ബോട്ടിൽ ജോ എന്ന് പറയും. ലോവർ ജോയിൽ സ്വെല്ലിംഗ് ഉണ്ടാകുന്നു, സ്റ്റണ്ടഡ് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാകുന്നു, പുവർ ഹെയർ കോട്ട് ഉണ്ടാകുന്നു. ഇതൊക്കെയാണ് സിംറ്റംസ് എന്ന് പറയുന്നത്. അടുത്തത് ഷിസ്റ്റോസോമിയാസിസ്. ഇത് ഷിസ്റ്റോസോമ എന്ന് പറയുന്ന ഒരു ഓർഗാനിസം ആണ് കോസ് ചെയ്യുന്നത്. എന്താണ്? ഷിസ്റ്റോസോമ പേരിൽ തന്നെയുണ്ട്, അതുകൊണ്ടാണ് പ്രത്യേകം പറയാത്തത്. ഷിസ്റ്റോസോമ എന്ന് പറയുന്ന ഒരു ഓർഗാനിസം ആണ് കോസ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു ടേബിൾ, അതായത് നമ്മൾ ഫുൾ കാറ്റിൽ ഡിസീസസ് പഠിച്ചു കഴിയുമ്പം ഇതിന്റെ ഒരു ടേബിൾ ഞാൻ തരാം. അപ്പൊ അതിനകത്ത് എല്ലാ രോഗങ്ങളും, അതിന്റെ പോസിറ്റീവ് ഓർഗാനിസംസും സിംറ്റംസും ഇനി വാക്സിനേഷൻ ഉണ്ടെങ്കിൽ അതുമൊക്കെ ചേർത്തൊരു ടേബിൾ ആക്കി ഞാൻ തരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസിലി മനസ്സിലാവും. ഇപ്പൊ ഞാൻ പ്രധാനപ്പെട്ട സിംറ്റംസും അങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഡാറ്റ ഇതാണ്. പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു എക്സാമിന് കയറുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാൻ പാകത്തിന് ഒരു ടേബിൾ ആക്കി കൂടെ ഞാൻ തരാം മുഴുവൻ ക്ലാസ്സും കഴിഞ്ഞിട്ട്. ഓക്കെ, ഇനി നോക്കിക്കേ, ദ കോമൺ ഡിസീസസ് ഇൻ ബുള്ളോക്ക്. അപ്പം കാളയിലൊക്കെ, ബുള്ളോക്സിലൊക്കെ കാണപ്പെടുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡിസീസാണ് ഷിസ്റ്റോസോമിയാസിസ്. അപ്പം ഇത് എന്താണ്? ദ അഫക്റ്റഡ് ആനിമൽ ദർ വിൽ ബി ഡിസ്ചാർജ് ഫ്രം ദ നോസ് ആൻഡ് ആനിമൽ പ്രൊവൈഡ് സ്നോറിങ് സൗണ്ട്. അപ്പൊ എന്താണ്? ഒരു കൂർക്കം വലിക്കുന്ന പോലെ ഒരു ആ ഒരു സൗണ്ട് ഇല്ലേ, ആ ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ എന്താണ്? നോസിൽ നിന്ന് നേസൽ ഡിസ്ചാർജ് വന്നുകൊണ്ടിരിക്കും. അതാണ് ഷിസ്റ്റോസോമിയാസിസ് എന്ന് പറയുന്നത്. കൂടുതലായിട്ടും ബുള്ളോക്സിലാണ് കാണപ്പെടുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഷിസ്റ്റോസോമിയാസിസ് ബുള്ളോക്കിലാണ്, നേസൽ ഡിസ്ചാർജ് ആണ് സിംറ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അസ്കാരിയാസിസ്. ഇത് ഞാൻ ഇമ്പോർട്ടൻ്റ് ആണ്. അസ്കാരിയാസിസ് അതെന്താണ്? വെരി കോമൺ ഇൻഡസ്ട്രിയൽ വേം ഡിസീസ് ആണ്. ബുള്ളോക്ക് കാഫ്സിലാണ് കാണപ്പെടുന്നത്. ദിസ് വേം ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം പ്രഗ്നന്റ് കൗ ടു കാഫ്. അമ്മയിൽ നിന്നും ചിലപ്പോൾ കുഞ്ഞിലേക്ക് ഈ ഒരു അസ്കാരി വേം ഉണ്ടല്ലോ, അസ്കാരിസ്. അപ്പൊ ഈ അസ്കാരിസ് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് സ്പ്രെഡ് ആവും. അങ്ങനെ ട്രാൻസ്മിഷൻ നടക്കാം. അതുപോലെ തന്നെ എന്താണ്? കാഫ്സിലായതുകൊണ്ട് തന്നെ ഹൈ മോർട്ടാലിറ്റി റേറ്റ് ആയിരിക്കും. ബഫല്ലോ കാഫ്സിലൊക്കെ എന്താണ്? ഹൈ മോർട്ടാലിറ്റി റേറ്റ് ആണെന്ന് ഓർക്കണം. അതുപോലെ എന്താണ്? ബഫല്ലോ കാഫ് ഷുഡ് ബി ഡീവേംഡ് ആണ്. അറ്റ് 10 to 16 days of age. അപ്പൊ നമ്മൾ പറഞ്ഞു അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കാണ് ട്രാൻസ്മിറ്റഡ് ആവുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഡയറക്റ്റ് ട്രാൻസ്മിഷൻ. അപ്പൊ ആ ഒരു ട്രാൻസ്മിഷന്റെ സമയത്ത് ഒരു കാഫ് ജനിച്ചൊരു 10-16 ദിവസത്തിനുള്ളിൽ തന്നെ ഡീവേമിങ് ചെയ്യുന്നത് ഈ ഒരു അസ്കാരിയാസിസിന്റെ സ്പ്രെഡിങ്ങിനെ തടയാൻ സഹായിക്കും. അതുപോലെ തന്നെ എന്താണ്? ഇത് കാഫ്സിലാവും. ഒരു നല്ല രീതിക്ക് ഇമ്മ്യൂണിറ്റി ഉള്ള ഒരു വലിയ കാറ്റിലാണെങ്കിൽ പിന്നെയും സർവൈവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ കുഞ്ഞു കാറ്റിൽസിനൊക്കെ ഡിസീസ് വന്നു കഴിഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് ഈ അസ്കാരിസ് വേം സ്പ്രെഡ് ആവും. അതുകൊണ്ട് തന്നെ അതിന് ഡെത്ത് സംഭവിക്കാനുള്ള, ഇമ്മീഡിയറ്റ് ഡെത്ത് സംഭവിക്കാൻ ഉള്ള ഹൈ മോർട്ടാലിറ്റി റേറ്റ് ഒക്കെ ഉള്ളതാണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി അടുത്തത് എന്താണ്? സ്ട്രോങ്കിലോസിസ് എന്ന് പറയുന്നതാണ് കോമൺ ഇൻഡസ്ട്രിയൽ വേം ഇൻ കാറ്റിലാണ്. സ്ട്രോങ്കിലോസിസ് ഒരു ഇൻഡസ്ട്രിയൽ വേം ആണ്. ബഫലോയിലും കാറ്റിലും ഷീപ്പിലും ഗോട്ടിലും ഒക്കെ കാണും. ഇതിന്റെയും സിംറ്റം എന്ന് പറയുന്നത് ഡയറിയാണ്. അതുപോലെ ഫൗൾ സ്മെല്ലുണ്ടാകും. ഫീക്കസിന് ഫൗൾ സ്മെല്ലുണ്ടാകും, വീക്ക്നെസ് ഉണ്ടാകും. അതുപോലെ എന്താണ്? ലോവർ പാർട്സ് ഓഫ് ദ ബോഡിയിൽ സ്വെല്ലിംഗ് ഉണ്ടാവാം. ഇതിനും റെഗുലർ ഡീവേമിംഗ് ആണ് ഒരു ഡിസീസ് കൺട്രോളിന് വേണ്ടിയിട്ട് പറയുന്നത്. അപ്പൊ ഫാസിയോളോസിസ്,
ഷിസ്റ്റോസോമിയാസിസ്, സ്ട്രോങ്കിയോലൈസിസ്. ഇതിനെല്ലാത്തിനും എന്താണ്? ഡീവേമിംഗ് ആണ്. കാരണം ഇതൊക്കെ വേംസ് കോസ് ചെയ്യുന്ന ഡിസീസാണ്, ഡീവേമിംഗ് ആണ്. ഇതൊക്കെ എന്താണ്? പാരസൈറ്റ്സ് ആണെന്നും ഓർക്കണം. അതുപോലെ ഓരോന്നിന്റെയും വെക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ഓർക്കണം. ഇത്രയുമാണ് എന്ത് വരുന്നത്? പാരസൈറ്റിക് ഡിസീസസിൽ വരുന്നത്.